കാട്ടുതീ പോലെ ആ വാർത്ത പരന്നു. ഗ്ലോബൽ ജോബ് കമ്പനിയുടമയും ചാരിറ്റി പ്രവർത്തകനുമായ സത്യജിത്ത് സ്വവസതിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വാർത്തയറിഞ്ഞ് മാധ്യമപ്രവർത്തകർ അവിടേക്ക് പാഞ്ഞു. റോഡിലും മതിലിന് ചുറ്റും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. പോലീസ് ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല. പോലീസും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടേക്ക് SP തേജസ് അയ്യരുടെ ഔദ്യോഗിക വാഹനം ചീറിപ്പാഞ്ഞു വന്നു നിന്നു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറ ഫ്ലാഷുകൾ മിന്നിക്കൊണ്ടിരുന്നു. SP തേജസിനെ കണ്ടതും സർക്കിൾ ഇൻസ്പെക്ടർ നിയാസ് അറ്റൻഷനായി സല്യൂട്ട് ചെയ്തിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊട്ടാര സദൃശ്യമായ ഒരു ബംഗ്ലാവായിരുന്നു സത്യജിത്തിൻ്റേത്. നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ, ഏവരുടെയും കണ്ണിലുണ്ണി. തേജസ് ഹാളിലേക്ക് കയറിയതും ഞെട്ടിപ്പോയി. ഹാളിൽ വാതിലിന് സമീപം തല തകർന്ന് മരിച്ച നിലയിൽ സത്യജിത്ത്. ചുറ്റും രക്തം തളം കെട്ടിക്കിടക്കുന്നു. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു. രക്തം പുരണ്ട ചെരുപ്പിന്റെ പാട് സിറ്റൗട്ടിലൂടെ പൈപ്പിൻ ചുവട് വരെ പോയിരിക്കുന്നു. തേജസ് സസൂക്ഷ്മം ആ പാട് ശ്രദ്ധിച്ചു. അതൊരു സ്ലിപ്പർ ചെരുപ്പിന്റെ പാടാണെന്ന് തേജസ് മനസ്സിലാക്കി. ഒരു പാരഗൺ ചെരുപ്പിന്റെ. സിറ്റൗട്ടിന്റെ ചവിട്ടുപടിക്ക് സമീപം സൂക്ഷിച്ചു നോക്കിയാൽ ചെരുപ്പിന്റെ കമ്പനി പേര് തിരിച്ചറിയാമായിരുന്നു. അതിൽ നിന്നും തേജസിന് മനസ്സിലായി കൊലയാളി ധരിച്ചിരുന്നത് പുതിയ ചെരുപ്പായിരുന്നുവെന്ന്. കാർപോർച്ചിന്റെ മൂലയിൽ കാറിലേക്ക് ചാരിയിരുന്നു ഒരു ചെറുപ്പക്കാരൻ ഏങ്ങലടിച്ച് കരയുന്നുണ്ടായിരുന്നു. തേജസ് CI നിയാസിനെ നോക്കി. നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ നിയാസ് പറഞ്ഞു, സർ, ഇവനാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത്. സത്യജിത്തിന്റെ സന്തത സഹചാരിയും ഡ്രൈവറും മനസാക്ഷി സൂക്ഷിപ്പുകാരനുമാണ്. ഈ വീട്ടിൽ വേറെ ആരുമില്ലേ? ഇല്ല സാർ, ഇവിടെ സത്യജിത്ത് മാത്രമേ ഉള്ളൂ. അടുക്കള ജോലിക്കും മറ്റും ഇവന്റെ അമ്മയും പെങ്ങളുമാണ് വരുന്നത്. അവർ 5 മണിയാകുമ്പോൾ തിരിച്ചു പോകുകയും ചെയ്യും. ഇവന്റെ പേര് രാഹുൽ. ഇവിടെയുള്ള CCTV പരിശോധിക്കണം. പിന്നെ ഇവിടേക്ക് വരുന്ന റോഡിൽ ക്യാമറയുണ്ടെങ്കിൽ അതിന്റെ ഫൂട്ടേജ് കളക്ട് ചെയ്യണം. ഓക്കെ സാർ. സത്യജിത്ത് മാരീഡ് അല്ലേ? മറ്റു ബന്ധുക്കൾ? 3 മാസം മുമ്പ് സത്യജിത്തിന്റെ വൈഫ് മരണപ്പെട്ടു സർ. ബാത്റൂമിൽ തെന്നി വീണു. പിന്നെ ബന്ധുക്കളെന്ന് പറയാൻ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാ ബന്ധുക്കൾ. മറ്റാരും ഉള്ളതായി അറിയില്ല സർ. ഓക്കെ, എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ട് CCTV ഫൂട്ടേജുമായി എൻ്റെ ഓഫീസിൽ വരണം. ബാക്കി അവിടെ ഇരുന്ന് സംസാരിക്കാം. യെസ് സാർ. ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച ശേഷം നിയാസ് CCTV ഫൂട്ടേജ് കളക്ട് ചെയ്ത് നേരെ SP ഓഫീസിലേക്ക് പുറപ്പെട്ടു. തേജസ് അയ്യർ CCTV ഫൂട്ടേജ് കമ്പ്യൂട്ടറിലിട്ട് പരിശോധിച്ചു. കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരാൾ ഗേറ്റ് ചാടി കടന്നു വരുന്നു. അയാൾ മുഖം കറുത്ത തുണി കൊണ്ട് മറച്ചിട്ടുണ്ട്. കൈകളിൽ ഗ്ലൗസ് ധരിച്ചിട്ടുണ്ട്. സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെൽ അടിക്കുന്നു. അല്പസമയത്തിനു ശേഷം ഉറക്കച്ചടവോടെ സത്യജിത്ത് വാതിൽ തുറക്കുന്നു. പിന്നെ ആഗതനോട് സംസാരിക്കുന്നു. ആഗതൻ ശക്തിയിൽ സത്യജിത്തിനെ അകത്തേക്ക് തള്ളുന്നു. പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചിറങ്ങുന്നു. ഇപ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചുറ്റിക കാണാം. അയാൾ നേരെ പൈപ്പിൻ ചുവട്ടിൽ പോയി കാലുകൾ കഴുകുന്നു. പോക്കറ്റിൽ നിന്ന് ഒരു സ്പ്രേ എടുത്ത് അവിടെ ആകെ അടിക്കുന്നു. തിരിച്ചു പോകുന്നു. ഇത്രയും കണ്ട തേജസ് വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്ത് ശ്രദ്ധിച്ചു. കാലിൽ അയാൾ ഷൂവാണ് ധരിച്ചിരിക്കുന്നത്. തേജസ് അത് ചൂണ്ടിക്കാണിച്ചു നിയാസിനോട് ചോദിച്ചു, നിയാസ്, കൊലയാളി ധരിച്ചിരിക്കുന്നത് ഷൂവാണ്. അവിടെ കണ്ട പാട് സ്ലിപ്പർ ചെരുപ്പിൻ്റേതാണ്. അതും പാരഗൺ ചെരുപ്പിൻ്റെ. സാർ, അതെങ്ങനെ? അവിടെ മറ്റാരും വന്നതായിട്ട് ഫൂട്ടേജിൽ കാണിക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് സാർ? ചിലപ്പോൾ അയാളുടെ ഷൂവിൻ്റെ അടിയിൽ ചെരുപ്പ് ഒട്ടിച്ചു വെച്ചതാണെങ്കിലോ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ. അതു ശരിയാവും സാർ. അങ്ങനെയാണെങ്കിൽ കൊലയാളി അതിബുദ്ധിമാനാണ്. തേജസ് അത് ശരിവെക്കുന്നത് പോലെ തലയാട്ടി വീണ്ടും വീഡിയോ പ്ലേ ചെയ്തു. കൊലയാളി നടന്നുവരുന്ന ഭാഗം പോസ്റ്റ് ചെയ്തിട്ട് സൂം ചെയ്തു നോക്കി. അവ്യക്തമായിട്ടാണെങ്കിലും അത് സൂക്ഷിച്ചു നോക്കിയാൽ തിരിച്ചറിയാമായിരുന്നു. തേജസ് അത് നിയാസിനെയും കാട്ടിക്കൊടുത്തു. സത്യജിത്ത് ചാരിറ്റി പ്രവർത്തകനല്ലേ? അപ്പോൾ ഫണ്ട് വരണമെങ്കിൽ ഒരു ട്രസ്റ്റ് വേണം. അതൊന്ന് അന്വേഷിക്കണം നിയാസ്. പിന്നെ ഗ്ലോബൽ ജോബ് കമ്പനിയുടെ അവകാശി ആരാണെന്നും. സർ, അത് അന്വേഷിച്ചിരുന്നു. ചാരിറ്റിയും കമ്പനിയും ഒരേ ട്രസ്റ്റിന്റെ പേരിലാണ്. ആരൊക്കെയാണ് നിയാസ് ട്രസ്റ്റിലുള്ള അംഗങ്ങൾ എന്നറിയാമോ?
സർ, സത്യജിത്തും വൈഫ് നന്ദിനിയും പിന്നെ ഡ്രൈവർ രാഹുലും. അപ്പോൾ ഇനിയുള്ള അവകാശി രാഹുലാണല്ലേ? യെസ് സർ. അപ്പോൾ സംശയിക്കാൻ ഒരു പ്രതിയായി. നിയാസ് സംശയത്തോടെ തേജസിനെ നോക്കി. അതേ നിയാസ്, ട്രസ്റ്റിന്റെ മറ്റു രണ്ട് അവകാശികളും മരണപ്പെട്ട സ്ഥിതിക്ക് ഇനിയുള്ള അവകാശി രാഹുലാണ്. എന്തുകൊണ്ട് കൊലയാളി രാഹുലായിക്കൂടാ? സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി രാഹുൽ ചെയ്തതാണെങ്കിലോ ഈ കൊലപാതകങ്ങൾ? സർ, സത്യജിത്തിന്റെ വൈഫ് നന്ദിനി നോർമൽ ആക്സിഡന്റിലാണ് മരണപ്പെട്ടത്. ബാത്റൂമിൽ തെന്നി വീണു. ആ സംഭവം നടക്കുമ്പോൾ സത്യജിത്തും രാഹുലും മറ്റൊരു സ്ഥലത്തായിരുന്നു, ചാരിറ്റിയുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മൂന്നാം ദിവസമാണ് നന്ദിനി മരണപ്പെടുന്നത്. പിന്നെ എങ്ങനെ രാഹുലിനെ സംശയിക്കും സർ? അപ്പോൾ നന്ദിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതാരാണ്? രാഹുലിന്റെ അമ്മ നന്ദിനിയുടെ നിലവിളി കേട്ട് ചെന്നു നോക്കുമ്പോൾ ബാത്റൂമിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത്. അവർ അപ്പോൾ തന്നെ ആംബുലൻസ് വിളിച്ചു സിറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു. പിന്നീടാണ് സത്യജിത്തും രാഹുലും വിവരമറിഞ്ഞു വന്നത്. അവരെ വിവരമറിയിച്ചത് SI ആനന്ദായിരുന്നു. ഇനിയൊരു പക്ഷേ സത്യജിത്തിനെ കൊലപ്പെടുത്തിയത് റിപ്പറാണെങ്കിലോ സർ? ചിലപ്പോൾ ആവാം. പക്ഷേ റിപ്പറാണെങ്കിൽ അവിടെ മോഷണം നടക്കില്ലേ? അവിടെ മോഷണം നടന്നിട്ടില്ല. പിന്നെ റിപ്പറാണെന്ന് എങ്ങനെ സംശയിക്കും നിയാസ്? എന്തായാലും രാഹുലിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അവന് എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അതിലെല്ലാം എത്ര എമൗണ്ട് ഉണ്ട് എന്നെല്ലാം. യെസ് സർ. എത്രയും പെട്ടെന്ന് അതെല്ലാം കളക്ട് ചെയ്യണം. ഓക്കെ? ഓക്കെ സർ. നിയാസ് പോയതും തേജസ് റോഡിൽ നിന്നുള്ള CCTV ഫൂട്ടേജ് പരിശോധിച്ചുകൊണ്ടിരുന്നു. അതിൽ കൊലയാളി നടന്നു പോകുന്നതല്ലാതെ മറ്റൊന്നുമില്ല. അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കയ്യിൽ ആയുധമുള്ളതായി കണ്ടില്ല. ആയുധം ഒളിപ്പിച്ചു വെച്ചതാവാമെന്ന് തേജസ് അനുമാനിച്ചു. പിറ്റേന്ന് തന്നെ നിയാസ് രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുമായി വന്നു. രാഹുലിന്റെ മാത്രമല്ല, അവന്റെ അമ്മയുടെയും ഉണ്ടായിരുന്നു. ഇരുവർക്കും ഓരോ അക്കൗണ്ട് മാത്രം. രാഹുലിന്റെ അക്കൗണ്ടിൽ 30,000-ൽ താഴെയും അമ്മയുടെ അക്കൗണ്ടിൽ വെറും 6,000-വും. നിയാസ്, രാഹുലിന്റെ ആധാറുമായി എത്ര അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പരിശോധിച്ചിരുന്നു? പരിശോധിച്ചു സർ. ഈ അക്കൗണ്ട് അല്ലാതെ വേറെ ഇല്ലെന്നാണ് കാണിക്കുന്നത്. പിന്നെ പെങ്ങൾക്കുണ്ട് ഒരു അക്കൗണ്ട്. അതിൽ വെറും 500 രൂപ മാത്രം. തേജസ് ആകെ കൺഫ്യൂഷനിലായിരുന്നു. സർ, രാഹുലിനെ കുറിച്ച് മറ്റൊരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണത്? തേജസ് ആകാംക്ഷയോടെ ചോദിച്ചു. സർ, സത്യജിത്ത് കൊടുക്കുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം അനാഥാലയത്തിനും വൃദ്ധസദനത്തിനും കൊടുക്കാറുണ്ട്. ഈ വിവരം എങ്ങനെ കിട്ടി? സർ, അവന്റെ അമ്മയും പെങ്ങളുമാണ് പറഞ്ഞത്. പത്തനാപുരത്ത് ഒരു സെന്ററുണ്ട്, അവിടെയാണ് കൂടുതലും കൊടുക്കാറുള്ളത്. ഞാൻ അവിടെ വിളിച്ചന്വേഷിച്ചിരുന്നു. സംഭവം ശരിയാണ്. അതൊരു വൃദ്ധസദനം മാത്രമല്ല, അനാഥാലയവും കൂടിയാണ്. അവൻ ഡൊണേഷൻ കൊടുക്കുന്ന മറ്റു സ്ഥാപനങ്ങളിൽ കൂടി അന്വേഷിക്കണം നിയാസ്. എത്ര തുകയാണ് കൊടുക്കുന്നതെന്ന് വരെ. അന്വേഷിക്കാം സാർ. നമുക്ക് രാഹുലിന്റെ വീട് വരെ ഒന്ന് പോകണം. ഇന്ന് തന്നെ. പോകാം സാർ. അന്ന് വൈകുന്നേരം. നിയാസ്, സത്യജിത്തിന്റെ ചാരിറ്റിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്തായിരുന്നു? ഉവ് സർ. കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് പാവപ്പെട്ടവരെ സഹായിച്ചായിരുന്നു സത്യജിത്തിന്റെ തുടക്കം. പിന്നെ ട്രസ്റ്റ് രൂപീകരിച്ചു സോഷ്യൽ മീഡിയ വഴി ഓരോ രോഗികളെയും സഹായിക്കാൻ അഭ്യർത്ഥന തുടങ്ങി. അതിനുവേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. ഒരുപാട് രോഗികളെ സഹായിച്ചു. 2-3 ഹോസ്പിറ്റലുമായി ടൈപ്പ് ഉണ്ടാക്കി. മറ്റുള്ള പേഷ്യൻസിനേക്കാളും തുക കുറച്ചാണ് സത്യജിത്തിന്റെ കെയർ ഓഫിലുള്ള പേഷ്യൻസിനെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. സത്യജിത്തിന് ശത്രുക്കളാരെങ്കിലും? സോഷ്യൽ മീഡിയയിൽ ശത്രുക്കളുണ്ട് സർ. അത് മറ്റാരുമല്ല, ഇതുപോലെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർ തന്നെ. അതൊന്നും സത്യജിത്ത് കാര്യമാക്കി എടുത്തിട്ടില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചെളിവാരി എറിയുന്നത് പതിവാണല്ലോ സർ. ഓക്കെ നിയാസ്, ഇനി രാഹുലിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമുക്കിപ്പോൾ തന്നെ അവനെ കാണാൻ പോകാം. യെസ് സർ. തേജസും നിയാസും രാഹുലിന്റെ വീട്ടിലെത്തുമ്പോൾ അവൻ എവിടേക്കോ പോകാനായി കയ്യിലൊരു പൊതിയുമായി ഒരുങ്ങി നിൽക്കുകയായിരുന്നു. തേജസ് വണ്ടിയിൽ നിന്നിറങ്ങി വീടും പരിസരവും വീക്ഷിച്ചു. ഒരു സാധാരണ വീട്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. തേജസ് രാഹുലിനടുത്തു ചെന്നു. രാഹുൽ എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുവാണെന്ന് തോന്നുന്നല്ലോ. എവിടേക്കാ? കയ്യിലെന്താ ഒരു പൊതി? അതെ സർ, എറണാകുളം വരെ. ഇത് കുറച്ച് പണമാണ്. രാഹുൽ
കയ്യിലിരുന്ന പൊതി തേജസ്സിനു നേരെ കാണിച്ചുകൊണ്ട് ഒരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു. പണമോ? എത്രയുണ്ട്? എന്താണ് ഈ പണം കൊണ്ടുള്ള ആവശ്യം? തേജസ് സംശയത്തോടെ ചോദിച്ചു. സർ, ഇത് ഇന്നലെ ബാങ്കിൽ നിന്നെടുത്തതാണ്. 8 ലക്ഷം രൂപയുണ്ട്. ഒരു കുഞ്ഞിന്റെ ഓപ്പറേഷന് വേണ്ടിയുള്ളതാണ്. ഹോസ്പിറ്റലിൽ ഇന്ന് പണം അടയ്ക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ എറണാകുളത്തേക്ക് പോകുന്നത്. ചാരിറ്റിയുടേതാണോ? അതെ സർ. ഞങ്ങളും കൂടി വരുന്നതിൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല സർ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കൂടെ വരാം. എനിക്ക് രാഹുലിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പോകുന്ന വഴി വണ്ടിയിലിരുന്ന് സംസാരിക്കാം. അതാവുമ്പോൾ രാഹുലിന്റെ യാത്രയും മുടങ്ങണ്ടല്ലോ. ശരി സർ. തേജസ് രാഹുലിനെയും കൂട്ടി പിൻസീറ്റിൽ കയറി. നിയാസ് വണ്ടി മുന്നോട്ടെടുത്തു. രാഹുൽ, സത്യജിത്തിന് ശത്രുക്കളാരെങ്കിലും ഉണ്ടായിരുന്നോ? ചാരിറ്റി മുഖേനയോ കമ്പനി മുഖേനയോ ഏതെങ്കിലും തരത്തിൽ? എന്റെ അറിവിലില്ല സർ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അത് സത്യേട്ടനെ കൊല്ലാനും വേണ്ടിയുള്ള ശത്രുതയല്ല. സത്യജിത്തിന് ബന്ധുക്കളാരുമില്ലേ? സത്യേട്ടന് ബന്ധുക്കളാരുമില്ലെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. സത്യജിത്തിന്റെ വൈഫിന്റെ ബന്ധുക്കൾ? നന്ദിനി ചേച്ചിയെ സത്യേട്ടൻ കല്യാണം കഴിച്ചത് ഓഫനേജിൽ നിന്നാണ്. തേജസ് അല്പനേരം മൗനമായിരുന്നു. തന്റെ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും വൃഥാവിലാവുമോ എന്ന് സംശയിച്ചു. രാഹുൽ സത്യജിത്തിന്റെ കൂടെ കൂടിയിട്ട് എത്ര വർഷമായി? 6 വർഷമായി സർ. എന്റെ 20-ാമത്തെ വയസ്സിൽ സത്യേട്ടനൊപ്പം കൂടിയതാണ്. അപ്പോൾ കമ്പനി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യേട്ടൻ കമ്പനി ലാഭത്തിൽ നിന്ന് കാശെടുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്തിനാണ് സത്യേട്ടാ ഇങ്ങനെ കാശ് കളയുന്നതെന്ന്. അപ്പോ സത്യേട്ടൻ പറഞ്ഞത് താനും ഒരിക്കൽ ദാരിദ്ര്യം അനുഭവിച്ചതാണ്, തെരുവിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ് എന്നൊക്കെ. ഇത് പറയുമ്പോൾ രാഹുലിന്റെ തൊണ്ട ഇടറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതു കണ്ടിട്ടാണോ രാഹുലും മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങിയത്? അതെ സാർ. കമ്പനിയുടെയും ട്രസ്റ്റിന്റെയും ഇനിയുള്ള അവകാശി നീയല്ലേ രാഹുൽ? അതെ സാർ. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിന്റെ പിന്നിൽ നീയാണെന്ന് ഞങ്ങൾ പറഞ്ഞാൽ? തേജസ് രാഹുലിനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് രാഹുലിന്റെ മട്ടുമാറി. നിങ്ങൾ പോലീസുകാർ ആടിനെ പട്ടിയാക്കുന്നവരാണെന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ സത്യേട്ടനെ കൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയോ, എന്റെ പെങ്ങളുടെ കല്യാണത്തിന് നല്ലൊരു തുക സത്യേട്ടൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും അറിയാതെ. ഇന്നലെ ഈ പണമെടുക്കാൻ ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്ക് മാനേജറാണ് ഇക്കാര്യം എന്നോട് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീടും പറമ്പും വാങ്ങിത്തന്നതും സത്യേട്ടനാണ്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനു കൊല്ലണം? അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്തിനു കൊല്ലണമെന്ന് ചോദിച്ചാൽ, കമ്പനിയും ട്രസ്റ്റും ഇനി നിനക്ക് സ്വന്തമാണ്. അതിനുവേണ്ടിയും ആവാമല്ലോ രാഹുൽ. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് സാർ. ഈ ട്രസ്റ്റിലുള്ളവരിൽ ആരെങ്കിലും 2 പേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ബാക്കിയുള്ള ഒരംഗത്തിന് അയാളുടെ പേര് ഉൾപ്പെടുത്തി മറ്റൊരു ട്രസ്റ്റ് രൂപീകരിക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് സത്യേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്നത്. തേജസ് വീണ്ടും ചിന്താകുലനായി. അപ്പോൾ സത്യജിത്തിന്റെ വീടിനും വസ്തുവിനും ഇനി ആരാണ് അവകാശി? അതിനെക്കുറിച്ച് രാഹുലിന് അറിയാമോ? നന്ദിനി ചേച്ചിയുടെ മരണശേഷം സത്യേട്ടൻ ഒരു വിൽപ്പത്രം എഴുതിയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആ വിൽപ്പത്രം എവിടെയാണെന്ന് രാഹുലിന് അറിയാമോ? വിൽപ്പത്രം എഴുതിയത് അഡ്വക്കേറ്റ് ദേവദത്തനാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൈവശം കാണും. പിന്നെ ആരും മിണ്ടിയില്ല. തേജസ് ചിന്താകുലനായിരുന്നു. എറണാകുളത്തെ ഒരു മൾട്ടി ഹോസ്പിറ്റലിന്റെ മുറ്റത്തേക്ക് വാഹനം നിന്നു. രാഹുലിനൊപ്പം തേജസും നിയാസും കൂടി കുട്ടിയെ കാണാനെത്തി. ഒരു 6 വയസ്സുകാരി. മാതാപിതാക്കളെ കാണുമ്പോൾ തന്നെ അറിയാം വെറും നിർധരരാണെന്ന്. രാഹുൽ പണം അവരെ ഏൽപ്പിച്ചു. കുട്ടിക്ക് ഹൃദയ സംബന്ധമായ അസുഖമാണെന്ന് മാതാപിതാക്കളിൽ നിന്ന് തേജസ് മനസ്സിലാക്കി. തിരികെ വരുമ്പോൾ തേജസ് രാഹുലിനോട് ചോദിച്ചു, രാഹുലിന് ആരെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. പ്രത്യേകിച്ച് സംശയിക്കത്തക്കതായി എന്റെ അറിവിൽ സത്യേട്ടന് ശത്രുക്കൾ ആരുമില്ല. എന്റെ സത്യേട്ടനെ കൊന്നവർ ആരായാലും അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം സർ. ഓക്കെ രാഹുൽ. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിപ്പിക്കാം. രാഹുലിനെ വീടിന് മുന്നിൽ ഇറക്കിയിട്ട് പോകുമ്പോൾ തേജസിന്റെയും നിയാസിന്റെയും മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരാണ് ആ കൊലയാളി? അഡ്വക്കേറ്റ് ദേവദത്തനിൽ നിന്ന് സത്യജിത്തിന്റെ സ്വത്തുക്കളുടെ ഇനിയുള്ള അവകാശി രാഹുലിന്റെ അമ്മയും പെങ്ങളുമാണെന്ന് തേജസ് മനസ്സിലാക്കി. കൊലയാളി ഒന്നുകിൽ രാഹുൽ,
അല്ലെങ്കിൽ രാഹുലിനെ സംശയത്തിന്റെ മുനയിൽ നിർത്തി കേസന്വേഷണം തുടരാൻ തന്നെ തേജസ് തീരുമാനിച്ചു. എന്നാൽ അന്ന് രാത്രിയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. പെരുമ്പാവൂരിനടുത്ത് വെളുപ്പിന് 2 മണി കഴിഞ്ഞ സമയം. എങ്ങും നിശബ്ദത. സ്ട്രീറ്റ് ലൈറ്റിന്റെ മഞ്ഞ വെളിച്ചത്തിൽ ഒരാൾ നടന്നു പോകുന്നത് കാണാം. തെരുവ് നായ്ക്കൾ കുരയ്ക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ നടന്നു പോയിക്കൊണ്ടിരുന്നു. കറുത്ത വേഷമണിഞ്ഞ അയാൾ ഒരു വീടിന്റെ ഗേറ്റിനു മുന്നിൽ നിന്നു. ആ വീടിന്റെ തൊട്ടടുത്തൊന്നും മറ്റു വീടുകളില്ല. അയാൾ ചുറ്റും നോക്കിയിട്ട് ഗേറ്റ് ചാടിക്കടന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തിയിട്ട് കാത്തുനിന്നു. ഒരു പ്രതികരണവും കാണാഞ്ഞിട്ട് വീണ്ടും സ്വിച്ചിൽ അമർത്തിപ്പിടിച്ചു. അകത്ത് കിളികൾ ചിലയ്ക്കുന്ന ശബ്ദം കേൾക്കാം. അകത്ത് വെളിച്ചം പരന്നത് കണ്ടിട്ട് അയാൾ സിറ്റൗട്ടിൽ കയറി വാതിലിന് മുന്നിൽ കാത്തുനിന്നു. തടിച്ചുരുണ്ട ഒരാൾ വാതിൽ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി പേടിയോടെ ചോദിച്ചു, "ആരാ?" വന്നയാൾ അയാളെ പിടിച്ച് സിറ്റൗട്ടിലേക്കിറക്കി. നിലവിളിക്കാൻ തുടങ്ങിയ ഗൃഹനാഥനെ അയാൾ ചൂണ്ടുവിരൽ കൊണ്ട് വേണ്ട എന്ന് ആംഗ്യം കാണിച്ചു. ഞൊടിയിടയ്ക്കുള്ളിൽ അയാളുടെ കയ്യിൽ ഒരു ചുറ്റിക പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ ചുറ്റിക ഗൃഹനാഥന്റെ തലയിൽ ആഞ്ഞടിച്ചു. അടിയുടെ ശക്തിയിൽ ചുറ്റിക തലയിൽ തറഞ്ഞിരുന്നു. ഒന്ന് നിലവിളിക്കാൻ പോലുമാകാതെ ഗൃഹനാഥൻ നിലത്തേക്ക് വീണു. തലയിൽ ചവിട്ടിപ്പിടിച്ച് അയാൾ ചുറ്റിക വലിച്ചൂരി. രക്തം ചീറ്റിയൊഴുകാൻ തുടങ്ങി. ഗൃഹനാഥൻ 3 വട്ടം കൈകാലുകൾ വെട്ടിച്ചു. പിന്നെ ആ തടിച്ച ശരീരം നിശ്ചലമായി. കറുത്ത വേഷധാരി വന്നതുപോലെ ഗേറ്റ് ചാടിക്കടന്ന് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ഒരു നായ കുരിച്ചുകൊണ്ട് അയാളെ കടിക്കാനായി ഓടിയെടുത്തു. ഒപ്പം മറ്റു നായ്ക്കളും. ആദ്യം ഓടിവന്ന നായയുടെ തലയിൽ അയാളുടെ ചുറ്റിക ആഞ്ഞു പതിച്ചു. നായ ഒരു ഞെരുക്കത്തോടെ കിടന്നു പിടച്ചു. അതുകണ്ട് മറ്റു നായ്കൾ പേടിച്ച് തിരിഞ്ഞോടി. അയാൾ ഇരുട്ടിന്റെ മറവ് പിടിച്ച് നടന്നകന്നു. രാവിലെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ട് തേജസ് ഉറക്കച്ചടവോടെ ഫോണെടുത്ത് നോക്കി. നിയാസ്. "ഹലോ, എന്താ നിയാസ്, രാവിലെ തന്നെ?" "സർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്." "ബാഡ് ന്യൂസോ? എന്താ നിയാസ്?" തേജസ് പിടഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു. "സർ, രാവിലെ ടി വിയിൽ ന്യൂസ് ഇട്ടപ്പോഴാണ് കണ്ടത്. എറണാകുളത്ത് ഇന്നലെ റിപ്പർ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു." "വാട്ട്?" തേജസിന് വിശ്വസിക്കാനായില്ല. "അതെ സാർ. സാറൊന്ന് ന്യൂസ് നോക്കിയാൽ അറിയാം." "ഓക്കെ നിയാസ്, താൻ വണ്ടിയുമായി വാ. നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം." "ഓക്കെ സർ." തേജസ് ടി വി ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ ഇട്ടു. എറണാകുളം പെരുമ്പാവൂരിനടുത്ത് റിപ്പർ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ചാരിറ്റി പ്രവർത്തകനായ അരവിന്ദാണ് കൊല്ലപ്പെട്ടത്. രാവിലെ ഭാര്യയാണ് അരവിന്ദ് സിറ്റൗട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്ത് ഇത് 2-വട്ടമാണ് റിപ്പർ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചാരിറ്റി പ്രവർത്തകനും ഗ്ലോബൽ ജോബ് കമ്പനി ഉടമയുമായ സത്യജിത്താണ് കൊല്ലപ്പെട്ടത്. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഊർജിതപ്പെടുത്തുവാൻ DGP ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചാനൽ അവതാരകൻ നല്ലൊരു ന്യൂസ് കിട്ടിയ ഉത്സാഹത്തോടെ ഘോരഘോരം പറഞ്ഞു. തേജസ് ടി വി ഓഫ് ചെയ്ത് പെട്ടെന്ന് റെഡിയായി പുറത്തുവന്നു. അപ്പോഴേക്കും നിയാസ് വണ്ടിയുമായി വന്നു. പെരുമ്പാവൂർ പോലീസുമായി ബന്ധപ്പെട്ടു. ക്രൈം നടന്ന വീട്ടിലെത്തി തേജസ് സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെയും ചോരപ്പാട് പതിഞ്ഞ ചെരുപ്പിന്റെ അടയാളം കണ്ടു. അവിടുത്തെ CCTV ഫുട്ടേജിന്റെ കോപ്പിയും വാങ്ങി തേജസും നിയാസും ഓഫീസിലെത്തി പരിശോധിച്ചു. 2 വീഡിയോയും താരതമ്യം ചെയ്ത് നോക്കിയതിൽ നിന്ന് രണ്ടിലെയും കൊലയാളി ഒരാളാണെന്ന് മനസ്സിലായി. തേജസും നിയാസും പരസ്പരം നോക്കി. തങ്ങൾ എറണാകുളത്ത് പോയി വന്ന ദിവസം തന്നെ അടുത്ത കൊലപാതകവും. കൊലയാളിക്ക് രാഹുലിന്റെ അതേ ബോഡി ഷേപ്പ്. ഇരുവരുടെയും സംശയം വീണ്ടും രാഹുലിലേക്ക് തിരിഞ്ഞു. പത്രമാധ്യമങ്ങൾക്ക് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ പറ്റിയ കാലമായിരുന്നു പിന്നീട്. പോലീസിന്റെയും സർക്കാരിന്റെയും പിടിപ്പുകേടെന്ന് പ്രതിപക്ഷ പാർട്ടി ചാനലുകളിൽ വിളമ്പി. രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ഊർജിതപ്പെടുത്തി. ഇതിനിടയിൽ രാഹുലിനെ നിരീക്ഷിക്കാൻ ഷാഡോ പോലീസിലെ അനിലിനെ തേജസ് നിയോഗിച്ചു. രാഹുൽ സംഭാവന കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടുപിടിച്ചെങ്കിലും പ്രയോജനപ്പെടുന്ന ഒന്നും ലഭിച്ചില്ല. 1 മാസക്കാലം കുഴപ്പമൊന്നുമില്ലാതെ കടന്നുപോയി. അതോടെ പോലീസ് പെട്രോളിംഗ് മന്ദഗതിയിലായി. വീണ്ടും 2 ജില്ലകളിലായി 2 കൊലപാതകം കൂടി നടന്നു. 2 പേരും ചാരിറ്റി പ്രവർത്തകർ. ആ 2 ഇടങ്ങളിലും രാഹുൽ പോയിരുന്നതായി പോലീസ് കണ്ടെത്തി.
പക്ഷേ കൊലപാതകം ചെയ്തത് രാഹുലാണെന്ന് പോലീസിന് സംശയിക്കാനല്ലാതെ മറ്റു തെളിവുകളൊന്നും ലഭിച്ചില്ല. എല്ലാ കൊലപാതകങ്ങളും ഒരേ രീതിയിലായിരുന്നു. കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫാൻസ് പേജ് വരെ ഉള്ളവരും. അതാത് സർക്കിളിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ IG വിളിച്ച് ശകാരിച്ചു. നിങ്ങളൊക്കെ എന്തുണ്ടാക്കാനാണ് യൂണിഫോം അണിഞ്ഞ് തലയിൽ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇതുവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? മിസ്റ്റർ തേജസ്, നിങ്ങളുടെ സർക്കിളിലല്ലേ ആദ്യം മർഡർ നടന്നത്? അതിന്റെ അന്വേഷണം എന്തായി? IG നല്ല ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. സർ, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ കൊലയാളി ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല. എല്ലാം അതിസമർത്ഥമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓ, ഇനി പ്രതി നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്ന് പറയണമായിരിക്കും ഞാനാണ് കൊലയാളി, എന്നെ അറസ്റ്റ് ചെയ്തോന്ന്. നാണമില്ലേ മിസ്റ്റർ ഇങ്ങനെ പറയാൻ? കൊലയാളിക്ക് നിങ്ങളെക്കാൾ ബുദ്ധിയുണ്ട്. തേജസ് നാണം കെട്ട് തല കുനിച്ചു. തേജസ് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരും. എല്ലാരോടുമായി പറയുകയാണ്, ഒരു മാസത്തിനുള്ളിൽ കൊലയാളിയെ കണ്ടുപിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ വേറെ ആമ്പിള്ളേർ വരും. CBIന്നോ ക്രൈംബ്രാഞ്ചിന്നോ. കേരള പോലീസിനെ നാണം കെടുത്തരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറെ ഓഫീസേഴ്സിനെ എനിക്ക് നിയമിക്കേണ്ടി വരും. നിങ്ങളൊക്കെ കഴിവുള്ള ഓഫീസേഴ്സ് ആണെന്ന വിശ്വാസത്തിലാണ് ഇപ്പോ നിങ്ങളെ മാറ്റാത്തത്. 2 ആഴ്ചയ്ക്കുള്ളിൽ കേസിന്റെ ഇംപ്രൂവ്മെന്റ് എന്നെ അറിയിക്കണം. കേട്ടല്ലോ? ഇപ്പോൾ തന്നെ മന്ത്രിമാരുടെ ചോദ്യത്തിന് മുന്നിൽ തല കുനിച്ചാണ് നിൽക്കുന്നത്. ഇനിയും നാണം കെടുത്തരുത്. ഇത്രയും പറഞ്ഞിട്ട് IG ചവിട്ടിത്തുള്ളി ഇറങ്ങിപ്പോയി. ഉദ്യോഗസ്ഥരെല്ലാം പരസ്പരം നോക്കി പിറുപിറുത്തു. തേജസ്സിന് തന്റെ ഔദ്യോഗിക ജീവിതത്തിലേറ്റ ആദ്യത്തെ നാണക്കേടായിരുന്നു ഇത്. അത് അവനിൽ വാശിയേറിച്ചു. എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടുപിടിച്ചേ മതിയാകൂ. ഓഫീസിലെത്തി സത്യജിത്തിന്റെ വീട്ടിലെ വീഡിയോ വീണ്ടും പരിശോധിക്കുകയായിരുന്നു തേജസ്. അപ്പോഴാണ് നിയാസ് അവിടേക്ക് വന്നത്. നിയാസിനെ കണ്ടതും തേജസ് ചോദിച്ചു, പുതുതായി എന്തെങ്കിലും ലീഡ് കിട്ടിയോ നിയാസ്? ചോദ്യത്തിനൊപ്പം നിയാസിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. നിയാസ് ചെയറിൽ ഇരുന്നിട്ട് പറഞ്ഞു, സർ, പുതുതായിട്ടൊന്നും കിട്ടിയില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സർ. എന്താണെങ്കിലും വ്യക്തമായി പറയൂ നിയാസ്. IG വായിലിരുന്നത് മുഴുവൻ കേട്ട് ടെൻഷനായി ഇരിക്കുവാണ്. തേജസ് നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. സർ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വധശിക്ഷ കാത്ത് ഒരു റിപ്പർ കിടപ്പുണ്ട്. മാധ്യമങ്ങൾ പറയുന്നത് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് റിപ്പർ ആയിരിക്കുമെന്നല്ലേ? നമുക്ക് ജയിലിൽ പോയി അയാളെ ഒന്ന് കണ്ടാലോ സർ? അതുകൊണ്ട് എന്തു ഗുണം നിയാസ്? സർ, അയാളിൽ നിന്ന് റിപ്പറുടെ രീതികൾ മനസ്സിലാക്കാം. അതുവച്ച് ഈ കൊലപാതകങ്ങൾ ചെയ്തത് റിപ്പർ ആണോ എന്ന് അറിയാമല്ലോ സർ. പിന്നെ മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തതാണോ എന്നും അറിയില്ല. അയാളെ കണ്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായാലോ സാർ? അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം തേജസ് പറഞ്ഞു, ശരിയാണ് നിയാസ്. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. എന്തായാലും അയാളെ പോയൊന്ന് കാണാം. നിയാസ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഗുണം ചെയ്താലോ? അപ്പോൾ തന്നെ ഇരുവരും തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി തന്നെ നിയാസ് ജയിൽ സൂപ്രണ്ടിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. താൻ ലീവിലാണെന്നും ജയിലറെ കണ്ടാൽ മതിയെന്നും താൻ വിളിച്ച് പറഞ്ഞേക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. പടുകൂറ്റൻ ഗേറ്റിന്റെ പോക്കറ്റ് ഗേറ്റ് കടന്നും തേജസും നിയാസും ജയിലർ സദാശിവന്റെ മുന്നിലെത്തി. അവരെ കണ്ടതും സദാശിവൻ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. സർ, സൂപ്രണ്ട് സാർ വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന്. അയാളൊരു പ്രത്യേക തരക്കാരനാണ്. ഇതുവരെ ആരും അയാളെ കാണാൻ വന്നിട്ടില്ല. നിങ്ങൾ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊന്നും അയാൾ താല്പര്യം കാണിച്ചില്ല. പിന്നെ എന്തോ അയാൾ സമ്മതിച്ചു. അയാളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം സാർ. വേണ്ട, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. നമ്മളല്ലേ ആവശ്യക്കാർ. ഓക്കെ സാർ. അയാൾ സഹകരിക്കുമോ എന്നറിയില്ല. ഇറ്റ്സ് ഓക്കെ സദാശിവൻ, നമുക്ക് നോക്കാം. അയാളുടെ പേരെന്താണ്? റിപ്പർ വിക്രമൻ. പേരൊക്കെ കേൾക്കാൻ നല്ല ഗുമ്മുണ്ടല്ലേ സർ? നിയാസ് ചിരിയോടെ തേജസിനോട് പറഞ്ഞു. അതുകേട്ട് തേജസും സദാശിവനും ചിരിച്ചു. റിപ്പർ വിക്രമനെ ലോക്ക് ചെയ്തിരിക്കുന്ന C ബ്ലോക്കിലെ 13-ാം നമ്പർ സെല്ലിലേക്ക് അവർ നടന്നു. സദാശിവൻ സെല്ലിൽ തട്ടിയുടൻ വിക്രമൻ എഴുന്നേറ്റ് വന്നു. ഇവരാണോ സാറേ എന്നെ കാണണമെന്ന് പറഞ്ഞത്? അയാൾ സദാശിവനോട് ചോദിച്ചു. അതേടാ വിക്രമ. തേജസ് സെല്ലിനുള്ളിലേക്ക് നോക്കി. പിന്നെ സദാശിവനെയും. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കി സദാശിവൻ പറഞ്ഞു, സർ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതിയായതുകൊണ്ടാണ് ഒറ്റയ്ക്കിട്ടിരിക്കുന്നത്.
പക്ഷേ ഇതുവരെയും ശിക്ഷ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. കാരണം ആരാച്ചാറില്ല. തേജസ് ഒരു മൂളലോടെ തലയാട്ടി. സാറുമാർക്ക് എന്താ അറിയേണ്ടത്? വിക്രമൻ അവരോട് ചോദിച്ചു. വിക്രമ, ഞാൻ SP തേജസ് അയ്യർ. ഇത് CI നിയാസ്. ഞങ്ങൾക്ക് വിക്രമന്റെ ഒരു സഹായം വേണം. റിപ്പർ വിക്രമന്റെ സഹായം നിങ്ങൾക്കോ? അയാൾ പൊട്ടിച്ചിരിച്ചു. തേജസ് അയാളെ നോക്കി നിന്നു. ചിരി നിർത്തി അയാൾ ചോദിച്ചു. എന്താ സാറേ? ആരെങ്കിലും കൊല്ലാനാണോ എന്റെ സഹായം വേണ്ടത്? ഈ സെല്ലിൽ നിന്ന് പോലും എന്നെ വെളിയിൽ ഇറക്കില്ല ഇവിടത്തെ പോലീസുകാര്. പിന്നെ ഞാനെങ്ങനെ നിങ്ങളെ സഹായിക്കും സാറുമാരെ? അതൊന്നുമല്ല വിക്രമ. കുറച്ചു കാര്യങ്ങൾ ചോദിച്ചറിയണം, അത്രേയുള്ളൂ. അതിന് വിക്രമൻ സഹകരിക്കണം. നമുക്ക് പുറത്ത് ആ മരച്ചുവട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. എന്താ? വിക്രമന്റെ കണ്ണുകൾ കുറുകി. അത് ശ്രദ്ധിച്ച തേജസ് നിയാസിന്റെ കയ്യിൽ തട്ടി. ആ തട്ടലിന്റെ അർത്ഥം നിയാസിന് മനസ്സിലായി. അലേർട്ടായിരിക്കുക. വിക്രമൻ ഒന്നും പറഞ്ഞില്ല. വിക്രമന് ആഗ്രഹമില്ലേ ഇത്തിരി കാറ്റും വെളിച്ചവും കൊള്ളണമെന്ന്? തേജസ് വീണ്ടും ചോദിച്ചു. ഉം നിങ്ങളുടെ ഒലിപ്പീര് വർത്താനം കേട്ടിട്ടല്ല സാറേ. ഞാൻ മരണവും കാത്ത് കിടക്കുന്നവനാ. ചാവുന്നതിനു മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഇതായിരിക്കും. പിന്നെ സാറ് പറഞ്ഞതുപോലെ ഇത്തിരി കാറ്റും വെളിച്ചവും കൊള്ളാം. തേജസ് സദാശിവനെ നോക്കി. സദാശിവ, തുറക്ക്. സാർ. സദാശിവൻ സംശയത്തോടെ തേജസിനെ നോക്കി. പേടിക്കണ്ടടോ, തുറക്ക്. സദാശിവൻ സെൽ തുറന്നു. വിക്രമൻ പുറത്തേക്കിറങ്ങി. ആകാശത്തേക്ക് നോക്കി വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ചാടിയിറങ്ങി. കൈകൾ വിടർത്തി ഒന്ന് വട്ടം കറങ്ങി. തേജസ് അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയവന്റെ ആഹ്ലാദമായിരുന്നു അപ്പോൾ വിക്രമന്റെ മുഖത്ത്. അയാൾ തേജസിനെ നോക്കി പുഞ്ചിരിച്ചു. നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദി. ഒന്ന് പുറത്തിറങ്ങി ആകാശം കണ്ടിട്ട് എത്ര വർഷമായി. സാറുമാര് വാ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്? തേജസ് അയാളെയും കൂട്ടി അവിടെയുള്ള മരച്ചുവട്ടിലേക്ക് നടന്നു. തൊട്ടുപുറകെ നിയാസും സദാശിവനും. റിപ്പർ വിക്രമൻ പുറത്തിറങ്ങിയത് കണ്ട് മറ്റു ജയിൽ നിവാസികൾ ഏതോ അത്ഭുത ജീവിയെ കാണുന്നത് പോലെ നോക്കി നിന്നു. വിക്രമൻ മരച്ചുവട്ടിൽ ചമ്രം പടഞ്ഞിരുന്ന് ചോദിച്ചു. ചോദിക്കു സാറേ, എന്താ അറിയേണ്ടത്? എനിക്കറിയേണ്ടത് നിങ്ങൾ റിപ്പർമാരുടെ രീതികളെക്കുറിച്ചാണ് വിക്രമ. എന്താ സാറേ, സാറിനും റിപ്പറാവാനുള്ള ആഗ്രഹമുണ്ടോ? തേജസ് തന്റെ സർക്കിളിലുണ്ടായ കൊലപാതകവും അതിന്റെ രീതിയും പറഞ്ഞുകൊടുത്തു. ഒപ്പം സത്യജിത്തിന്റെ വീട്ടിലെ CCTV ഫുട്ടേജിന്റെ വീഡിയോ തന്റെ മൊബൈലിൽ കാണിച്ചു കൊടുത്തു. വിക്രമൻ വീഡിയോ ഫുൾ കണ്ടതിനു ശേഷം സദാശിവനോട് ചോദിച്ചു. സദാശിവൻ സാറേ, ഒരു സിഗരറ്റ് തരൂ. സദാശിവൻ തേജസിനെ നോക്കി. തേജസ് കൊടുക്കാൻ തലയാട്ടി കാണിച്ചു. സദാശിവൻ പാന്റിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് എടുത്ത് അതിൽ നിന്ന് ഒരു സിഗരറ്റും ലൈറ്ററും എടുത്തു കൊടുത്തു. സിഗരറ്റ് കൊളുത്തി പുക ആസ്വദിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞങ്ങൾ റിപ്പർമാർ പല രീതിയിൽ ആയുധം ഉപയോഗിക്കുന്നവരുണ്ട് സാറേ. ചിലർ ചുറ്റികയായിരിക്കും ഉപയോഗിക്കുന്നത്. ചിലർ കമ്പിവടിയായിരിക്കും. മറ്റു ചിലർ കത്തിയോ വടിവാളോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നു മാത്രം, മോഷണം. അതും സ്ഥിരമായി ചെയ്യാറില്ല. ഒരു മോഷണം കഴിഞ്ഞ് 6 മാസം, ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞാവും അടുത്തത് ചെയ്യുന്നത്. ചിലർ വർഷത്തിൽ 2 3 ചെയ്യുന്നവരുണ്ട്. അതും അടുത്തടുത്ത സ്ഥലങ്ങളിൽ ചെയ്യാറില്ല. ആദ്യം തിരുവനന്തപുരത്താണ് ചെയ്യുന്നതെങ്കിൽ അടുത്തത് എറണാകുളത്തോ കാസർഗോഡോ ആയിരിക്കും. ചിലർക്ക് കൊന്നതിന് ശേഷം മോഷണം നടത്തുന്നതായിരിക്കും ഹരം. ചിലർ മോഷ്ടിച്ചു കഴിഞ്ഞ് പിടിക്കപ്പെടുമ്പോഴായിരിക്കും വീട്ടുകാരെ കൊല്ലുന്നത്. പക്ഷേ സാറ് കാണിച്ച ഈ വീഡിയോയിലുള്ളത് റിപ്പർ അല്ല. ഇവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. റിപ്പർമാർ കോളിംഗ് ബെൽ അടിക്കാറില്ല. പിന്നാമ്പുറത്തെ കഥക് കുത്തി തുറന്നായിരിക്കും അകത്ത് കടക്കുന്നത്. ഇവന്റെ ലക്ഷ്യം ഒന്നുകിൽ വ്യക്തിവൈരാഗ്യം, അല്ലെങ്കിൽ ഇവനൊരു സൈക്കോ ആണ് സാറേ. വിക്രമന് ഇവൻ റിപ്പറല്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ് സാറേ. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, നമ്മുടെ റിപ്പർമാരുടെ ശൈലിയിൽ കൊല്ലുന്നവർ. അവർക്ക് രക്തം കാണുമ്പോൾ വല്ലാത്തൊരു ഹരമാണ്. അവർ ഒരാളെ ആക്രമിച്ചാൽ അവർ മരണവെപ്രാളം കൊണ്ട് പിടയുന്നത് കണ്ട് ആസ്വദിക്കും. അവർ ആ വീട്ടിൽ എത്ര പേരെയുണ്ടോ അവരെ എല്ലാം കൊല്ലും. പക്ഷേ ഇവൻ അങ്ങനെയുമല്ല. വിക്രമൻ എന്ത് ഏത് കാറ്റഗറിയിൽ പെടും? പെട്ടെന്ന് നിയാസ് വിക്രമനോട് ചോദിച്ചു. വിക്രമൻ ഒന്ന് ചിരിച്ചു. പിന്നെ പറഞ്ഞു.
സാറേ, ഞാനും കൊന്നിട്ടുണ്ട്. അത് മോഷ്ടിച്ച് പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ്. അല്ലാതെ മോഷണത്തിന് വേണ്ടി ആരെയും കൊന്നിട്ടില്ല. സാറേ, ഇവൻ സൈക്കോയുമല്ല, കൊല ആസ്വദിക്കുന്നവനുമല്ല. ഇവന്റെ ലക്ഷ്യം വേറെയാണ്. തേജസും നിയാസും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. പിന്നെ വിക്രമനെയും. അതെ സാറേ, അവൻ റിപ്പറുമല്ല, കൊല ആസ്വദിക്കുന്നവനുമല്ല. വീട്ടുകാരൻ അവനോട് സംസാരിക്കുന്നുമുണ്ട്. താങ്ക് യു വിക്രമ. തേജസ് വിക്രമനെ അഭിനന്ദിക്കും പോലെ ഒന്ന് പുഞ്ചിരിച്ചു. അതുകണ്ട് വിക്രമൻ അഭിമാനത്തോടെ നെഞ്ചും വിരിച്ചു നിന്നു. മൂവരും നടന്നകന്നു. സാർ, ഇവൻ പറഞ്ഞതൊന്നും പൂർണ്ണമായി വിശ്വസിക്കേണ്ട. ജയിലറുടെ റൂമിലെത്തുമ്പോൾ സദാശിവൻ തേജസിനോട് പറഞ്ഞു. ഉം, ഓക്കെ സദാശിവ. തിരിച്ചു പോകുമ്പോൾ ഡ്രൈവിങ്ങിനിടയിൽ നിയാസ് ഇടയ്ക്കിടെ തേജസിനെ നോക്കുന്നുണ്ടായിരുന്നു. തേജസ് എന്തോ കടുത്ത ചിന്തയിലായിരുന്നു. തേജസിന്റെ മനസ്സിൽ റിപ്പർ വിക്രമന്റെ വാക്കുകളായിരുന്നു. അവൻ സൈക്കോയുമല്ല, റിപ്പറുമല്ല. അവന്റെ ലക്ഷ്യം മറ്റെന്തോ ആണ്. തേജസിന്റെ മനസ്സിൽ പലവിധ ചിന്തകൾ കടന്നുപോയി. വ്യക്തിവൈരാഗ്യം തീർത്തതാണെങ്കിൽ കൊല്ലപ്പെട്ട 4 പേരുമായും ശത്രുതയുണ്ടാവണം. സാർ എന്താണ് ആലോചിക്കുന്നത്? ജയിലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ ഞാൻ സാറിനെ ശ്രദ്ധിക്കുന്നു. പെട്ടെന്നാണ് തേജസ് ചിന്തയിൽ നിന്നുണർന്നത്. ഞാൻ ചിന്തിക്കുകയായിരുന്നു നിയാസ്. വിക്രമൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കൊല്ലപ്പെട്ട 4 പേരുമായും കൊലയാളിക്ക് എന്താണ് ഇത്ര വ്യക്തിവൈരാഗ്യം ഉണ്ടാവാൻ കാരണമെന്ന്. സർ, ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചു. ഒരുപക്ഷേ വിക്രമൻ പറഞ്ഞതുപോലെ ഇനി സൈക്കോ കില്ലർ ആണെങ്കിലോ സർ? ആവാം, ആവാതിരിക്കാം. പക്ഷേ നിയാസ്, സൈക്കോ കില്ലർ ആണെങ്കിൽ എന്തിന് ചാരിറ്റി പ്രവർത്തകരെ മാത്രം ലക്ഷ്യമിടുന്നു? എനിക്ക് തോന്നുന്നു വ്യക്തിവൈരാഗ്യം ആവുമെന്നാണ്. സർ, ഒരാൾക്ക് 4 പേരോടും വ്യക്തിവൈരാഗ്യം ഉണ്ടാകാം. അത് സ്വാഭാവികം. പക്ഷേ കൊല്ലപ്പെട്ട 4 പേരും 4 സ്ഥലങ്ങളിലുള്ളവർ ആണല്ലോ. അപ്പോൾ അവരോടെങ്ങനെ വ്യക്തിവൈരാഗ്യം തോന്നും സർ? അത് നമ്മൾ കണ്ടുപിടിക്കണം നിയാസ്. ആദ്യം കൊല്ലപ്പെട്ടവർ 4 പേരും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം. പിന്നെ മറ്റു 3 പേർക്ക് സത്യജിത്തിനോട് എന്തെങ്കിലും ശത്രുത ഉണ്ടായിരുന്നോ എന്നും. മറ്റു മർഡറുകൾ ചെയ്തത് രാഹുൽ ആയിരിക്കുമെന്നാണോ സാറിന്റെ വിശ്വാസം? ചിലപ്പോൾ അങ്ങനെയും ആവാം നിയാസ്. സത്യജിത്തിന്റെ മരണത്തിൽ അവർക്ക് പങ്കുണ്ടെങ്കിൽ അതറിഞ്ഞ് രാഹുൽ പകരം വീട്ടിയതാണെങ്കിലോ? എന്റെ ഒരു ഊഹം പറഞ്ഞതാണ്. അങ്ങനെയും ആവാം. പക്ഷേ സത്യജിത്തിനെ കൊന്ന അതേ കൊലയാളിയല്ലേ സാർ മറ്റുള്ളവരെയും കൊന്നത്? അപ്പോൾ രാഹുൽ എങ്ങനെ കൊലയാളിയാവും? അതും ഒരു ചോദ്യമാണ്. തന്റെ ഒബ്സർവേഷൻ കൊള്ളാം. എന്തായാലും രാഹുലിനെ മുൻനിർത്തി തന്നെയാണ് എന്റെ അന്വേഷണം. കൊലയാളി അവൻ ആവാതിരിക്കട്ടെ. നാളെ തന്നെ കൊല്ലപ്പെട്ടവർ തമ്മിൽ എന്തെങ്കിലും ശത്രുതയോ സൗഹൃദമോ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിച്ച് എന്നെ അറിയിക്കണം. ഓക്കെ? ഓക്കെ സർ. പിറ്റേന്ന് വൈകുന്നേരമായിട്ടും നിയാസ് തേജസിനെ കാണാൻ വരികയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്തില്ല. തേജസ് നിയാസിനെ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. തേജസിന് ടെൻഷനായി. ഇനി നിയാസിന് എന്തെങ്കിലും അപകടം പറ്റി കാണുമോ? 2-ാം ദിവസം രാവിലെ തേജസ് ഓഫീസിലെത്തുമ്പോൾ നിയാസ് തേജസിനെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നിയാസിനെ കണ്ടപാടെ തേജസ് ചൂടായി. താനിതെവിടെയായിരുന്നു നിയാസ്? എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? തേജസിനൊപ്പം നിയാസ് ക്യാബിനിലേക്ക് കടന്നു. തേജസ് ചെയറിലിരുന്നു കൊണ്ട് നിയാസിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഇനി പറ, താൻ എവിടെയായിരുന്നു? സാറ് പറഞ്ഞതനുസരിച്ച് കൊല്ലപ്പെട്ടവർ തമ്മിൽ സത്യജിത്തുമായി എന്തെങ്കിലും ബന്ധമുണ്ടോയെന്ന് അന്വേഷിച്ചു. എന്നിട്ട്? സത്യജിത്തും അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റുമില്ല. മാത്രമല്ല, സത്യജിത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അവർക്ക് അവനോട് അസൂയയുമുണ്ടായിരുന്നു. സത്യജിത്തിന്റെ ചാരിറ്റി തകർക്കാൻ വേണ്ടി അവർ സോഷ്യൽ മീഡിയ വഴി ആവുന്നതും ശ്രമിച്ചു നോക്കി. എന്നാൽ അതൊന്നും ഫലം കണ്ടില്ല. അവൻ അവരുടെ നാട്ടിലുള്ളവരെല്ലാം സഹായിക്കുമായിരുന്നു. അപ്പോൾ അവരാണ് സത്യജിത്തിന്റെ മർഡറിന് പിന്നിലെന്നാണോ നിയാസ് പറഞ്ഞു വരുന്നത്? നോ സർ, അതിനും വേണ്ടിയുള്ള ശത്രുതയൊന്നും അവർക്കില്ലായിരുന്നു. കൊലയാളി മറ്റാരോ ആണ്. ഇത്രയും അന്വേഷിക്കാനാണോ താൻ ഇന്നലെ മുഴുവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? നിയാസ് ചിരിച്ചു. സർ, കഥയിലൊരു ട്വിസ്റ്റ്. ട്വിസ്റ്റോ? യെസ് സർ. മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ സത്യജിത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അതിന്റെ പിന്നാലെ പോയി. എന്നിട്ട്? തേജസ് ആകാംക്ഷയോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു.
ഞാനാദ്യം അഡ്വക്കേറ്റ് ദേവദത്തിനെ കണ്ടു. നിയാസ് തന്റെ അന്വേഷണം വിവരിച്ചു. വക്കീലേ, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം, നിയാസ് ദേവദത്തിനോട് പറഞ്ഞു. എന്താ സി ഐ സാറേ? കൊല്ലപ്പെട്ട സത്യജിത്തിന്റെ സ്വത്തുക്കളുടെ ഇനിയുള്ള അവകാശികൾ രാഹുലിന്റെ അമ്മയും പെങ്ങളും ആണെന്ന് വക്കീൽ പറഞ്ഞിരുന്നല്ലോ. അവരുടെ പേരിൽ സത്യജിത്ത് സ്വത്തുക്കൾ എഴുതി വയ്ക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? സോറി, അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. നിങ്ങൾ തമ്മിൽ എത്ര നാളത്തെ പരിചയമുണ്ട്? എൻ്റെ 15ാമത്തെ വയസ്സ് മുതൽ ഞങ്ങൾ കൂട്ടാണ്. എൻ്റെ വീട്ടിൽ നിന്നാണ് അവൻ വളർന്നത്. നിങ്ങളുടെ വീട്ടിലോ? സത്യജിത്ത് തെരുവിൽ വളർന്നവനെന്നാണല്ലോ രാഹുൽ പറഞ്ഞത്, നിയാസ് അത്ഭുതത്തോടെ ചോദിച്ചു. അതും സത്യമാണ്, ഇതും സത്യമാണ്. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ ഫാദറിനെ കണ്ടാൽ മതി. അദ്ദേഹമാണ് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? ദേവദത്തൻ ഒരു അഡ്രസ് എഴുതി കൊടുത്തു. നിയാസ് അതുമായി തൃശ്ശൂരുള്ള അറയ്ക്കൽ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അറയ്ക്കൽ തറവാട് വരിക്കാശ്ശേരി മനയുടെ അത്രയും വലിപ്പമില്ലെങ്കിലും ഏകദേശം അതേ മാതൃകയിൽ പണി കഴിപ്പിച്ച തറവാട്. നിയാസ് ചെല്ലുമ്പോൾ ഉമ്മറത്ത് ചാരു കസേരയിൽ ഒരു വയസ്സായ ആൾ ചാരിക്കിടപ്പുണ്ട്. ഈ അറയ്ക്കൽ ദേവരാജൻ? നിയാസ് അയാളോട് ചോദിച്ചു. ഞാൻ തന്നെയാ ദേവരാജൻ. ആരാ, മനസ്സിലായില്ല? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ നിയാസ്. സത്യജിത്തിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എനിക്ക് താങ്കളിൽ നിന്ന് സത്യജിത്തിനെ കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങൾ അറിയണമായിരുന്നു. താങ്കളുടെ മകൻ ദേവദത്താണ് പറഞ്ഞത് താങ്കളാണ് സത്യജിത്തിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിയതെന്ന്. സാറ് കയറിയിരിക്കെ. ഞാനാ അവനെ ഇവിടെ കൊണ്ടുവന്നത്. സാറിന് എന്താണ് അറിയേണ്ടത്? സത്യജിത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരവും. എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറയാം സാറേ. എൻ്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നതെന്നും ആരാ കൊന്നതെന്നും ഈ സമൂഹം അറിയണം സാറേ. പണ്ടെനിക്ക് വാഴക്കുലയുടെ ബിസിനസ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വാഴക്കുലയെടുത്ത് കോഴിക്കോട്ടും എറണാകുളത്തേക്കുമൊക്കെ സപ്ലൈ ചെയ്തു കൊണ്ടിരുന്നത് ഞാനായിരുന്നു. ഒരിക്കൽ കോഴിക്കോട് മാർക്കറ്റിൽ ലോഡുമായി ചെന്നപ്പോൾ അവിടെ പോലീസും ആൾക്കൂട്ടവുമായി ഭയങ്കര ബഹളം. തിരക്കിയപ്പോൾ അറിഞ്ഞത് ചുമട്ടുതൊഴിലാളിയായ രാമൻകുട്ടിയെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന്. രാമൻകുട്ടിയെന്ന് പറഞ്ഞാൽ സത്യജിത്തിന്റെ അച്ഛൻ. അത് അവനെ ആരോ ചതിച്ചതായിരുന്നു. രാമൻകുട്ടി ഒരു നിഷേധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില മുതലാളിമാർക്ക് അവൻ കണ്ണിലെ കരടായിരുന്നു. അവരിലാരോ അവനെ ചതിച്ചതാണ്. രാമൻകുട്ടിയെ പോലീസ് കൊണ്ടുപോയപ്പോൾ വീട്ടുടമ ഭാര്യയെയും മകനെയും ഇറക്കിവിട്ടു. അവർ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. പിന്നെ ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ ഒരു 12 വയസ്സുകാരൻ പയ്യൻ ചുമട്ടുതൊഴിലാളികൾക്കൊപ്പം നിന്ന് അവനെ കൊണ്ടാവുന്ന ജോലികൾ ചെയ്യുന്നതാണ്. തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് രാമൻകുട്ടിയുടെ മകനാണെന്നും അവന്റെ അമ്മ 3 മാസം മുമ്പ് തെരുവിൽ കിടന്ന് മരിച്ചെന്നും. ലോഡ് ഇറക്കാൻ പോകുമ്പോൾ താങ്കളും കൂടെ പോകുമായിരുന്നോ? സ്ഥിരമായൊന്നും പോകാറില്ല സാറേ, വല്ലപ്പോഴും. അപ്പോൾ കുലീനയായ ഒരു സ്ത്രീ അവർക്ക് കുടിക്കാൻ സംഭാരവുമായി വന്നു. അവർ ഗ്ലാസ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവരാജനോട് ചോദിച്ചു. ആരാ ഇത്? ഇത് സർക്കിൾ ഇൻസ്പെക്ടർ. നമ്മുടെ സത്യജിത്തിന്റെ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അതു കേട്ട് അവർ കരയാൻ തുടങ്ങി. എന്റെ മോൻ പാവമായിരുന്നു സാറേ. അവനെയാ. ദേവു, നീ അകത്തു പോ, ദേവരാജൻ അവരെ നോക്കി പറഞ്ഞു. അവർ കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി. എന്റെ ഭാര്യ സാറേ. അവൾക്ക് ദേവദത്തിനേക്കാളും ജീവനായിരുന്നു സത്യജിത്തിനെ. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളും നിറഞ്ഞു. ബാക്കി പറഞ്ഞില്ലല്ലോ. ആരോരുമില്ലാതെ തെരുവിൽ കിടക്കുന്ന അവനെ കണ്ട് എനിക്ക് സഹിച്ചില്ല സാറേ. തിരികെ പോരുമ്പോൾ ഞാൻ അവനെയും കൂടെ കൂട്ടി. ഇവിടെ കൊണ്ടുവന്നു ദേവദത്തിന്റെ സ്കൂളിൽ ചേർത്തു. പക്ഷേ 1 വർഷമേ അവൻ സ്കൂളിൽ പോയുള്ളൂ. അവന് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളാവുന്നതും പറഞ്ഞു പഠിക്കാൻ. പക്ഷെ അവൻ കൂട്ടാക്കിയില്ല. അവൻ എന്തെങ്കിലും ജോലി ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അവനും വണ്ടിയിൽ ലോഡെടുക്കാൻ പോയി തുടങ്ങി. പ്രായപൂർത്തിയായപ്പോൾ പിന്നെ ഡ്രൈവർ അവനായി. ഒരിക്കൽ ഞാനും അവന്റെ കൂടെ കോഴിക്കോട്ടേക്ക് പോയി. അന്നു ചെല്ലുമ്പോൾ പഴയ ഒരു മുതലാളിയെ കണ്ടു. അയാളിൽ നിന്നാണ് അറിഞ്ഞത് ശിക്ഷ കഴിഞ്ഞ് രാമൻകുട്ടി ഇറങ്ങിയപ്പോൾ ഭാര്യയെയും മകനെയും അന്വേഷിച്ച് ചെന്നിരുന്നുവെന്നും ഭാര്യ മരിച്ചതറിഞ്ഞ് അയാൾ എങ്ങോട്ടോ പോയെന്നും.
രാമൻകുട്ടി സത്യജിത്തിനെ തേടി ഇവിടെ വന്നില്ലേ? നിയാസ് ഇടയ്ക്ക് കയറി ചോദിച്ചു. ഇല്ല, ഇവിടെ വന്നില്ല. അവിടുള്ളവർ കരുതി സത്യജിത്തിനെ തേടി ഇവിടെ വന്നു കാണുമെന്ന്. സത്യജിത്ത് അറിഞ്ഞിരുന്നോ അവന്റെ അച്ഛൻ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവനെ തേടി ചെന്നിരുന്നുവെന്ന്? അറിഞ്ഞിരുന്നു. പക്ഷേ അവനത് കേട്ടിട്ട് വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലായിരുന്നു. അവന്റെ അച്ഛനും അമ്മയും ഞങ്ങളായിരുന്നു. പിന്നെ എന്തുണ്ടായി? നിയാസിന് ജിജ്ഞാസ അടക്കാനായില്ല. ഒരിക്കൽ ലോഡും കൊണ്ടുപോയി തിരിച്ചു വന്ന അവൻ ആകെ മൂഡ് ഓഫ് ആയിരുന്നു. കാര്യം ചോദിച്ചിട്ട് ആദ്യമൊന്നും അവൻ പറഞ്ഞില്ല. പിന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചപ്പോൾ പറയേണ്ടി വന്നു. എന്തായിരുന്നു അവൻ പറഞ്ഞത്? നിയാസ് ജിജ്ഞാസയോടെ ചോദിച്ചു. ലോഡ് ഇറക്കിയ തൊഴിലാളികളുടെ കൂട്ടത്തിൽ രാമൻകുട്ടിയും ഉണ്ടായിരുന്നുവെന്ന്. അവൻ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് വേറെ ഭാര്യയും 2 കുട്ടികളുമുണ്ട്. ഒരാണും ഒരു പെണ്ണും. പക്ഷേ രാമൻകുട്ടി സത്യജിത്തിനെ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷം സത്യജിത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞു, അച്ഛാ, എനിക്ക് സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന്. വിദ്യാഭ്യാസം കുറവാണെങ്കിലും എല്ലാത്തിനും നല്ല കഴിവ് അവനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ ജോബ് കമ്പനി ഇട്ടുകൊടുക്കുന്നത്. അവനു വേണ്ടി ദേവദത്തിനും എന്നോട് പറഞ്ഞിരുന്നു അവന്റെ ആവശ്യം സാധിച്ചു കൊടുക്കാൻ. പിന്നീടാണ് അറിഞ്ഞത് രാമൻകുട്ടി മരിച്ചുപോയെന്നും അയാളുടെ മകന് അവൻ ജോലി കൊടുത്തെന്നും. പിന്നെ അവനായി സത്യജിത്തിന്റെ സന്തത സഹചാരി. അപ്പോൾ രാഹുൽ? നിയാസ് വിശ്വസിക്കാനാവാതെ ചോദിച്ചു. അതെ, സത്യജിത്തിന്റെ സഹോദരനാണ് രാഹുൽ. പക്ഷേ ആ വിവരം രാഹുലിനറിയില്ല. എന്റെ മോൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അന്നും അവൻ എന്നോട് പറഞ്ഞത് ഒരിക്കലും രാഹുലോ അമ്മയോ പെങ്ങളോ അറിയരുത് അവൻ ആരാണെന്ന്. ഈ നിമിഷം വരെ രാഹുലിനറിയില്ല സത്യജിത്ത് അവന്റെ സ്വന്തം ജ്യേഷ്ഠനായിരുന്നുവെന്ന്. ഇതെല്ലാം ദേവദത്തിനും അറിയാമായിരുന്നു. അവനും അറിയാമായിരുന്നു. എല്ലാ കാര്യങ്ങളും സത്യജിത്ത് ദേവനോട് പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്വത്തുക്കൾ രാഹുലിന്റെ അമ്മയുടെയും പെങ്ങളുടെയും പേരിൽ എഴുതി വെച്ചത്. നിയാസ് മനസ്സിൽ ഓർത്തു. സത്യജിത്തിന്റെ വിവാഹത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല? നിയാസ് വീണ്ടും ചോദിച്ചു. അവന്റെ ഇഷ്ടമായിരുന്നു ഒരു അനാഥ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന്. ഞങ്ങളാരും എതിരു പറഞ്ഞില്ല. എല്ലാം അവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു. പക്ഷേ വെറുമൊരു വർഷം മാത്രമേ എന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജീവിച്ചുള്ളൂ. മറ്റൊരു വിവാഹം ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല. അവസാനമായി ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ? സത്യജിത്തിന് ശത്രുക്കളാരെങ്കിലും ഉള്ളതായി താങ്കൾക്കോ ദേവദത്തിനോ അറിയാമോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും എന്നോടോ ദേവനോടോ പറഞ്ഞിട്ടില്ല. എന്നോട് പറയാത്ത ഒരു കാര്യവും അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓക്കെ, ഞാനിറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ ഇനിയും വരും. സാറിന് എപ്പോ വേണമെങ്കിലും വരാം. നിയാസ് അവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ സത്യജിത്തിന്റെ സഹോദരനാണ് രാഹുൽ, അല്ലേ? എല്ലാം നിയാസിൽ നിന്നറിഞ്ഞിട്ട് തേജസ് ആത്മകഥം പോലെ ചോദിച്ചു. അതെ സർ. എങ്കിലും കൊലയാളി രാഹുലല്ല എന്നുള്ള സംശയം മാറുന്നില്ലല്ലോ നിയാസ്. സർ, എനിക്ക് തോന്നുന്നു രാഹുലിനെ കൊടുക്കാൻ വേണ്ടി മറ്റാരോ ചെയ്യുന്നതാണെന്ന്. അല്ലെങ്കിൽ മർഡർ നടന്ന സ്ഥലങ്ങളിൽ രാഹുൽ പോയ ദിവസങ്ങളിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുമോ? ഇനിയൊരു പക്ഷേ സ്വത്തുക്കൾ രാഹുലിന്റെ കുടുംബത്തിന് എഴുതി വെച്ചത് കൊണ്ട് ദേവദത്തൻ ചെയ്തതാവുമോ? സർ, പക്ഷേ അതുകൊണ്ട് അയാൾക്കെന്ത് ലാഭം? സ്വത്തുക്കളെല്ലാം രാഹുലിന്റെ അമ്മയുടെയും പെങ്ങളുടെയും പേരിലല്ലേ? അതേ നിയാസ്. നമ്മൾ ഒന്നോർക്കണം, അയാളൊരു വക്കീലാണ്. അതിൻ്റെതായ കൂർമ്മബുദ്ധി അയാൾക്കുണ്ടാകും. രാഹുലിനെ കുടുക്കി അകത്താക്കിയാൽ ആ അമ്മയെയും പെങ്കൊച്ചിനെയും ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ രാഹുലിനെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞോ സ്വത്തുക്കൾ സ്വന്തമാക്കാം. തേജസിന്റെ വാക്കുകൾ നിയാസ് മനസ്സിലിട്ട് ആലോചിച്ചു നോക്കി. ശരിയാണ്, അങ്ങനെയും ആവാം. പക്ഷേ സാറ് പറഞ്ഞത് ചിലപ്പോൾ അങ്ങനെയുമാകാം. പക്ഷേ അവിടെയും പൊരുത്തക്കേടുണ്ടല്ലോ സർ. എന്താണ് നിയാസ് പൊരുത്തക്കേട്? സർ, കൊലയാളി ഏകദേശം രാഹുലിന്റെ പൊക്കവും വണ്ണവും ഉള്ളയാളാണ്, അല്ലേ? അതെ. തേജസ് ടേബിളിൽ കൈമുട്ടൂന്നി മുന്നോട്ട് ആഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് ദേവദത്തൻ രാഹുലിനേക്കാളും നല്ല വണ്ണമുണ്ട്. പിന്നെ കൊലയാളി ദേവദത്തൻ എങ്ങനെയാകും? തേജസ് അത്രയും ചിന്തിച്ചില്ലായിരുന്നു. തന്റെ സബോർഡിനേറ്ററിനോട് തേജസിന് ചെറിയൊരു ഈർഷ്യവും അതിനേക്കാൾ ആരാധനയും തോന്നി. ശരിയാണ് നിയാസ്,
ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. എനിവേ, ഈ കേസ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഐ ജി തന്ന സമയത്ത് നമുക്ക് ഈ കേസ് തെളിയിക്കാനോ കൊലയാളിയെ പിടികൂടാനോ കഴിയുമെന്ന് തോന്നുന്നില്ല. തേജസിന് വല്ലാത്ത വിഷമവും നിരാശയും തോന്നി. അത് മനസ്സിലാക്കി നിയാസ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, സാറ് നിരാശപ്പെടേണ്ട. ഈ കേസ് നമ്മൾ തന്നെ തെളിയിക്കും. കൊലയാളിയെ പിടികൂടുകയും ചെയ്യും. നിയാസിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള സംസാരത്തിൽ തേജസിനും അറിയാതെ ആത്മവിശ്വാസം തോന്നി. ആ, പിന്നെ നിയാസ്, 2 ദിവസം ഞാനിവിടെ കാണില്ല. സാർ എവിടെ പോകുന്നു? നാട്ടിൽ, പാലക്കാട്. അമ്മയെ കാണാൻ പോയിട്ട് ഒരുപാട് നാളായി. വിളിക്കുമ്പോഴെല്ലാം അമ്മ പരാതിയുടെ ഭാണ്ഡക്കെട്ടഴിക്കും. നാളെ പോകാൻ തീരുമാനിച്ചു. പിന്നെ എന്തെങ്കിലും പുതിയ ലീഡ് കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ, ഷുവർ സർ. പാലക്കാട്ട് പോയി അമ്മയെ കണ്ട് തിരിച്ചു വരികയാണ് തേജസ്. അവൻ വാച്ചിലേക്ക് നോക്കി. സമയം വെളുപ്പിന് 2 മണി കഴിഞ്ഞു. നേരത്തെ ഇറങ്ങാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് അമ്മാവൻ വന്നത്. പിന്നെ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അമ്മയുടെ ഏക സഹോദരനാണ്. മാത്രമല്ല, താനെന്ന് വെച്ചാൽ ജീവനാണ് അമ്മാവന്. ഇന്നിനി പോകണ്ട എന്ന് അമ്മാവൻ പറഞ്ഞതാണ്. ഒരു വിധത്തിലാണ് അവിടുന്ന് ഇറങ്ങിയത്. ശ്രദ്ധയോടെ കാർ ഓടിച്ചു വരികയാണ്. പാലക്കാട് കഴിഞ്ഞ് പരളി എത്താറായി. അപ്പോഴാണ് സൈബർ സെല്ലിൽ നിന്നും ഒരു കോൾ വന്നത്. തേജസ് കാർ നിർത്തി. എന്താണാവോ ഈ സമയത്ത്? തേജസ് കോൾ എടുത്തു. സർ, റഹീമാണ്. സോറി സർ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഈ നേരത്ത് വിളിച്ചത്. ഇറ്റ്സ് ഓക്കെ റഹീം, ഞാൻ കിടന്നിട്ടില്ല. ഞാൻ ഡ്രൈവിലാണ്. സർ, ഷെയർ ചെയ്ത സസ്പെക്ട് ലിസ്റ്റിലെ ഒരു നമ്പർ ആക്റ്റീവ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതിപ്പോൾ പാലക്കാട് മാങ്കുരിശി എന്ന സ്ഥലത്താണ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. റഹീം, ഏതാണ് ആ നമ്പർ? സർ, കൊല്ലപ്പെട്ട 4 പേരെയും കോൾ ചെയ്തിട്ടുള്ള ഒരു കോമൺ നമ്പറാണത്. അത് ഇതുവരെ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. ദാറ്റ്സ് എ ഗുഡ് ന്യൂസ് റഹീം. ഞാനിപ്പോൾ പാലക്കാട് പരളി ഭാഗത്തുണ്ട്. ഇത്രയും ദിവസത്തിന് ശേഷം ആ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് ആയെങ്കിൽ അവൻ അടുത്ത ഇരയെ തേടി ഇറങ്ങിയതാണ്. ഡു വൺ തിങ്, അലേർട്ട് ദ നിയർ ബൈ സ്റ്റേഷൻ. ആ സ്റ്റേഷനിലേക്ക് വിളിച്ച് നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കാൻ പറയൂ. ആവശ്യമെങ്കിൽ ഹൈവേ പെട്രോളിംഗ് ടീമിനെ കൂടി കൂട്ടാൻ പറ. റഹീം, എനിക്ക് ആ നമ്പറിൻ്റെ ലൈവ് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യൂ. ഞാൻ അങ്ങോട്ട് തിരിക്കാം. ഞാൻ ലൊക്കേഷനിലെത്തിയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ സർ. തേജസ് 15 മിനിറ്റ് കൊണ്ട് മാങ്കുറിശി എന്ന സ്ഥലത്തെത്തി. ഹലോ റഹീം, ഐ ആം ഓൺ ദ സെയിം ടവർ ലൊക്കേഷൻ. ഈസ് ദെയർ എനി മൂവ്മെൻറ്റ്? നോ സർ, അവൻ ആ ടവർ ലൊക്കേഷൻ വിട്ടുപോയിട്ടില്ല. സാർ നിൽക്കുന്നതിന് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ അവനുണ്ട്. ഓക്കെ റഹീം, കീപ് അപ്ഡേറ്റിംഗ്. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പ് വന്നു. അതിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥൻ ഇറങ്ങി ഒരു സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സർ, സ്റ്റേഷൻ എസ് ഐ ആണ്. ഈ ഏരിയ ഫുൾ അരിച്ചു പറക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. ഓക്കെ, ഈ സമയത്ത് റോഡിലോ മറ്റോ ആരെയും കണ്ടാൽ വിട്ടുകളയരുത്. കൃത്യമായി പരിശോധിക്കണം. ബി അലേർട്ട്. ഓക്കെ സർ. സല്യൂട്ട് കൊടുത്തുകൊണ്ട് എസ് ഐ തിരിച്ചുപോയി. തേജസിന്റെ കാർ ആ നാട്ടിലെ ഓരോ ചെറിയ ഇടവഴിയിലൂടെയും കറങ്ങി. നിരാശയെന്നോണം തേജസ് കാർ നിർത്തി. പുറത്തിറങ്ങി ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. വലിച്ചു പകുതിയായപ്പോഴേക്കും ഹൈവേ പെട്രോളിന്റെ ഒരു ജീപ്പ് ബീക്കൺ ലൈറ്റ് കത്തിച്ചുകൊണ്ട് അടുത്തുവന്ന് നിന്നു. ഫ്രണ്ട് സീറ്റിലിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തേജസിനോട് ചോദിച്ചു, എന്താണ് ഇവിടെ നിൽക്കുന്നേ ഈ സമയത്ത്? വണ്ടിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? തേജസ് സിഗരറ്റിന്റെ പുക ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ജീപ്പിനടുത്തേക്ക് വന്നു. പോക്കറ്റിൽ നിന്നും ID കാർഡ് എടുത്ത് ഉദ്യോഗസ്ഥന്റെ നേരെ കാട്ടി. അയാൾ ചാടി പുറത്തിറങ്ങി തേജസിന് ഒരു സല്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, സോറി സർ, ആളെ മനസ്സിലായില്ല. ഇറ്റ്സ് ഓക്കെ, യു ഗൈസ് കീപ് സെർച്ചിങ്. എന്തേലും കണ്ടാൽ അലർട്ട് ചെയ്യണം. ഓക്കെ സർ. ഹൈവേ പെട്രോളിന്റെ ജീപ്പ് പയ്യെ മുന്നോട്ട് നീങ്ങി. തേജസ് 2 പഫ് കൂടി വലിച്ച് നിരാശയെന്നോണം സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടിക്കെടുത്തി. കാർ സ്റ്റാർട്ട് ചെയ്തു. ജീപ്പ് പോയ അതേ ഡയറക്ഷനിൽ തന്നെ പോയി. കുറച്ചകലെയായി ജീപ്പിന്റെ ബീക്കൺ ലൈറ്റ് കാണാം. അങ്ങനെ ഒരു വളവ് തിരിഞ്ഞു വന്നതും ഒരാൾ തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ നിന്നും റോഡിലേക്ക് കയറി നടക്കുന്നതായി തേജസ് കണ്ടു. തേജസിന്റെ കാർ ലൈറ്റ് അയാളുടെ ദേഹത്ത് പതിച്ചതും ആ രൂപം ഒന്ന് തിരിഞ്ഞു നോക്കി. തലയിൽ കൂടി കരിമ്പടം പുതച്ച ഒരാൾ. തേജസ് കാർ ഓഫ് ചെയ്തു പുറത്തിറങ്ങി. തേജസിന് കാര്യം മനസ്സിലായി. പോലീസ് ജീപ്പിന്റെ ബീക്കൺ ലൈറ്റ് കണ്ട് ആ കാട്ടിൽ മറഞ്ഞിരുന്നതാണവൻ.
എന്റെ വണ്ടി പെട്ടെന്ന് അവൻ പ്രതീക്ഷിച്ചു കാണില്ല. പോലീസ് ജീപ്പാണോ എന്നാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അല്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവൻ ഓടാത്തത്. തേജസ് നടത്തത്തിന്റെ സ്പീഡ് കൂട്ടി. കൂടെ അവനും. അങ്ങനെ തേജസ്സും അവനും തമ്മിലുള്ള ദൂരം ഒരു 10 അടിയോട് അടുത്തായപ്പോഴേക്കും തേജസ് കയ്യിലെ റിവോൾവർ എടുത്ത് എയിം ചെയ്തുകൊണ്ട് പറഞ്ഞു, "ഡോണ്ട് മൂവ്." അയാൾ നിന്നു. തിരിഞ്ഞു നോക്കാൻ ഒരുങ്ങവേ തേജസ് അയാളുടെ തലയുടെ പിന്നിൽ റിവോൾവർ മുട്ടിച്ചുകൊണ്ട് കരിമ്പടം വലിച്ചുമാറ്റി. കറുത്ത വസ്ത്രമണിഞ്ഞ ആൾ. ഞൊടിയിടയ്ക്കുള്ളിൽ അയാൾ തേജസിന്റെ റിവോൾവർ പിടിച്ച കയ്യിൽ തോളിനു മുകളിലൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് മുന്നിലേക്ക് ആഞ്ഞു വലിച്ചു. തന്റെ ഷോൾഡറിന് മുകളിലൂടെ വലിച്ച് നിലത്തിട്ടു. അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിൽ തേജസിന്റെ അടിതെറ്റി. വീഴ്ചയിൽ റിവോൾവർ തെറിച്ചുപോയി. കിടന്ന കിടപ്പിൽ മലർന്നു നോക്കുമ്പോൾ തന്റെ നെഞ്ചിനു നേരെ വരുന്ന ചുറ്റികയാണ് കണ്ടത്. തേജസ് പൊടുന്നനെ ഉരുണ്ടുമാറി. അടിയുടെ ശക്തിയിൽ ഓടയുടെ സ്ലാബ് പൊട്ടിച്ചിതറി. പിടഞ്ഞെഴുന്നേറ്റ തേജസ് ഉയർന്നു ചാടി കറങ്ങി കാലുകൾ കൊണ്ട് അയാളുടെ പിടലിയിൽ അടിച്ചു. അടികൊണ്ട് പിറകിലേക്ക് വേച്ചുപോയി അയാൾ. തേജസിന്റെ അടുത്ത പ്രഹരം മുഷ്ടി ചുരുട്ടി അയാളുടെ വയറിനും നെഞ്ചിനും മധ്യേ ലക്ഷ്യമാക്കിയായിരുന്നു. പ്രഹരമേറ്റ് ചുമച്ചുകൊണ്ട് കുനിഞ്ഞ അയാൾ തേജസിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ചുറ്റിക തേജസിന്റെ തുടയിൽ ആഞ്ഞു പതിച്ചു. തേജസിന് തന്റെ തുടയെല്ലുകൾ തകർന്നതുപോലെ തോന്നി. അടുത്ത പ്രഹരം തന്റെ തല ലക്ഷ്യമാക്കിയാണെന്ന് മനസ്സിലാക്കിയ തേജസ് കുനിഞ്ഞ് ചാടി അയാളുടെ വയറിൽ തലകൊണ്ടിടിച്ച് അയാളുമായി നിലത്തു വീണു. നിലത്ത് വീണിട്ടും അയാൾ ചുറ്റികയുടെ പിടുത്തം വിട്ടില്ല. തേജസ് അയാളുടെ നെഞ്ചിൽ കയറിയിരുന്നു. ചുറ്റിക പിടിച്ച കയ്യിൽ ചവിട്ടിപ്പിടിച്ച് മുഖത്തും നെഞ്ചിലും മാറി മാറി ഇടിച്ചു. തേജസിന്റെ ഇടികൊണ്ട് അവശനായി കിടന്ന അയാളുടെ മുഖം മറച്ചിരുന്ന കറുത്ത തുണി അഴിച്ച് രണ്ടായി കീറിയെടുത്തു. പിന്നെ അയാളെ കമിഴ്ത്തി കിടത്തി കൈകൾ പിന്നിലേക്ക് ആക്കി കെട്ടി. തുടർന്ന് കാലുകളും. തെറിച്ചുപോയ റിവോൾവർ തപ്പിയെടുത്ത് ഇടുപ്പിൽ തിരികെ വെച്ചു. പിന്നെ ചുറ്റികയും എടുത്ത് കൊലയാളിയെ വലിച്ചിഴച്ച് കാറിനടുത്തെത്തി ഡോർ തുറന്ന് പിൻസീറ്റിലേക്ക് വലിച്ചിട്ടു. തുടർന്ന് നിയാസിന് ഫോൺ ചെയ്തു. വെളുപ്പിന് തേജസിന്റെ ഫോൺ കോൾ കണ്ട് നിയാസ് ഒന്നമ്പരന്നു. പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. "ഹലോ സർ." മറുതലയ്ക്കിൽ നിന്ന് തേജസിന്റെ കിതപ്പോടെയുള്ള ശബ്ദം കേട്ടു. "നിയാസ്, എത്രയും പെട്ടെന്ന് എന്റെ ക്വാർട്ടേഴ്സിലേക്ക് വരണം. കൊലയാളിയെ കിട്ടിയിട്ടുണ്ട്." "സാർ എവിടെയാണ്? ഞാൻ അങ്ങോട്ട് വരാം." "വേണ്ട നിയാസ്, ക്വാർട്ടേഴ്സിൽ വന്നാൽ മതി. പിന്നെ ഈ ന്യൂസ് ഇപ്പോൾ വേറെ ആരും അറിയണ്ട." "ഓക്കെ സർ, ഞാനിപ്പോൾ വരാം." കോൾ കട്ടായി. തേജസ് കാർ ഓടിക്കുമ്പോൾ കാലിന് നല്ല വേദന അനുഭവപ്പെട്ടു. ആ സമയത്ത് താനെങ്ങനെ കൊലയാളിയെ വലിച്ചിഴച്ച് കാറിലിട്ടു എന്ന് തേജസ് ചിന്തിച്ചു നോക്കി. അത്രയ്ക്കും അസഹനീയമായ വേദനയായിരുന്നു. ക്വാർട്ടേഴ്സിലെത്തുമ്പോൾ നിയാസ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. വാതിലിന്റെ താക്കോൽ നിയാസിനെ ഏൽപ്പിച്ചു. നിയാസ് വാതിൽ തുറന്നിട്ട് വന്ന് കാറിന്റെ ബാക്ക് ഡോർ തുറന്ന് കൊലയാളിയെ വലിച്ചിറക്കി അകത്തേക്ക് കൊണ്ടുപോയി. കാറിൽ നിന്നിറങ്ങുമ്പോൾ തേജസിന് കാൽ നിലത്ത് കുത്താൻ കഴിയാത്ത വേദനയായിരുന്നു. നിയാസിന്റെ സഹായത്തോടെ ക്വാർട്ടേഴ്സിനുള്ളിലേക്ക് നടന്നു. നിയാസ് കൊലയാളിയെ ചെയറിൽ കെട്ടിയിരുത്തി. ശേഷം തേജസിനോട് പറഞ്ഞു, "സർ, ഹോസ്പിറ്റലിൽ പോകാം." "എന്തു പറ്റിയതാണ് സർ?" "ഇവൻ ചുറ്റികയ്ക്ക് അടിച്ചതാണ്. ചുറ്റിക കാറിൽ കിടപ്പുണ്ട്. അത് ഫിംഗർ പ്രിന്റ് പതിയാതെ ഇങ്ങെടുക്ക്." നിയാസ് പോയി കാറിൽ നോക്കി. 2 കിലോ തൂക്കം വരുന്ന ചുറ്റിക കണ്ടു. അതിന്റെ പിടിക്ക് 2 അടിയോളം നീളമുണ്ടായിരുന്നു. കർച്ചീഫ് കൊണ്ട് ചുറ്റികെടുത്ത് അകത്തേക്ക് പോയി. രാവിലെ നിയാസ് തേജസിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ എക്സ്റേ എടുപ്പിച്ചു. ഭാഗ്യത്തിന് ഫ്രാക്ചർ ഇല്ലായിരുന്നു. എന്നാൽ നല്ല രീതിയിൽ ചതവേറ്റിട്ടുണ്ട്. കഴിക്കാൻ പെയിൻ കില്ലർ ടാബ്ലറ്റും പുരട്ടാൻ ഓയിൻമെന്റും നൽകി. ക്വാർട്ടേഴ്സിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ചിട്ട് കൊലയാളിയെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. നിയാസ് കൊലയാളിയുടെ മുന്നിലേക്ക് ചെന്നു. തേജസിന്റെ ഇടികൊണ്ട് അയാളുടെ മുഖം വീങ്ങിയിരുന്നു. "നിന്റെ പേരെന്താടാ?" നിയാസ് അയാളുടെ മുടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. "വെള്ളം." അയാൾ അവശതയോടെ നിയാസിനെ നോക്കി ചോദിച്ചു. നിയാസ് തേജസിനെ നോക്കി. കൊടുക്കുവാൻ തേജസ് തലയാട്ടി. ഒരു കുപ്പി തണുത്ത വെള്ളം അയാളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ബാക്കി വെള്ളം തലയിലും മുഖത്തും ഒഴിച്ചു. തണുത്ത വെള്ളം തലയിലും മുഖത്തും വീണപ്പോൾ അയാൾക്ക് ആശ്വാസം തോന്നി. അത് മുഖത്ത് പ്രകടമായി. "ഇനി പറ, എന്താ നിന്റെ പേര്?" "ജെയ്സൺ. ജെയ്സൺ സാമുവൽ." തേജസ്
ഹാൻഡി ക്യാം ഓണാക്കി മേശപ്പുറത്ത് വെച്ചു. നീയാണോ സത്യജിത്തിനെയും മറ്റുള്ളവരെയും കൊന്നത്? അതെ, ജെയ്സൺ ഒരു കൂസലുമില്ലാതെ പറഞ്ഞു. എന്തിന്? അവനൊന്നും ജീവിച്ചിരിക്കാനുള്ള അർഹതയില്ലാത്തതുകൊണ്ട്. ജെയ്സന്റെ സ്വരത്തിൽ അമർഷം തുടിച്ചു. വ്യക്തമായി പറയടാ. നിയാസിന്റെ പറച്ചിലും ചെകിട്ട തടിയും ഒരുമിച്ചായിരുന്നു. നിയാസ് അവനെ തല്ലുന്നതിൽ നിന്നും തേജസ് വിലക്കി. സാറേ, അവനൊക്കെ ചാരിറ്റിയുടെ മറവിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയാമോ? ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്മാരൊക്കെ ഇപ്പോ മണിമാളികയിൽ കഴിയുന്നല്ലോ. അതിനുള്ള പണം എവിടുന്ന് കിട്ടുന്നുവെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ജെയ്സന് കോപം ഇരച്ചുകയറി. സത്യജിത്തിനെയും മറ്റുള്ളവരെയും കൊല്ലാൻ അതൊരു റീസൺ അല്ലല്ലോ ജെയ്സ. തേജസ് ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ചെയ്തതിന് റീസണുണ്ട് സർ. നിങ്ങളാരും കരുതും പോലെ മാന്യന്മാരല്ല അവർ. എന്റെ കുടുംബം തകർത്തതിന് പകരം വീട്ടിയതാണ് ഞാൻ. അതാണ് റീസൺ. ജെയ്സന്റെ മുഖം കോപം കൊണ്ട് വിറച്ചു. തേജസും നിയാസും ഒന്നും മനസ്സിലാവാതെ ജെയ്സനെ നോക്കി. അതെ സർ, ഞാൻ എല്ലാം പറയാം. തേജസ് ഹാൻഡി ക്യാം ഓഫാക്കി. അത് കണ്ടിട്ട് ജെയ്സൺ പറഞ്ഞു. എന്തിനാ സാർ ക്യാമറ ഓഫാക്കിയത്? ഞാൻ പറയുന്നത് കോടതിയും സമൂഹവും അറിയണം. ക്യാമറ ഓണാക്കൂ സർ. അവന്റെ ശബ്ദത്തിലെ ദൃഢതയും അപേക്ഷയും മനസ്സിലാക്കി തേജസ് വീണ്ടും ക്യാമറ ഓണാക്കി. ഞാൻ എന്തിനു കൊന്നു എന്നറിയണമെങ്കിൽ ആദ്യം ഞാൻ ആരാണെന്നറിയണം. എന്റെ ജീവിതത്തിലുണ്ടായ ദുരന്തം എന്താണെന്നറിയണം. അതെല്ലാം കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടോ? ഉം, നീ പറ, കേൾക്കട്ടെ. തേജസ് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പെയിന്റ് പണിക്കാരനായിരുന്നു ഞാൻ. അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു പാവം പെണ്ണിനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. എന്റെ വീട്ടിൽ സുഖമില്ലാത്ത അച്ഛനും അമ്മയും ഞാനും അനിയത്തിയും അടങ്ങിയ എന്റെ കൊച്ചു കുടുംബത്തിലേക്ക് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്റെ മിനിയെ. സുഖമില്ലാത്ത അച്ഛനും വല്ലപ്പോഴും തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന അമ്മയ്ക്കും +2 പഠിക്കുന്ന അനിയത്തിക്കും ഏക ആശ്രയം ജെയ്സനായിരുന്നു. ആ കുടുംബത്തിലേക്കാണ് ജെയ്സൺ മിനി എന്ന പെൺകുട്ടിയെ കൈപിടിച്ചു കൊണ്ടുവന്നത്. 18 വയസ്സുള്ള വെളുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു മിനി. അവളെ ജെയ്സന്റെ വീട്ടുകാർക്ക് വലിയ സ്നേഹമായിരുന്നു. അവളെ കൊണ്ടുവരുമ്പോൾ ജെയ്സന് 22 വയസ്സ് മാത്രം. 23ാമത്തെ വയസ്സിൽ ജെയ്സൺ ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനായി. സന്തോഷകരമായ ജീവിതമായിരുന്നു അവരുടേത്. പെട്ടെന്നാണ് അവരുടെ ജീവിതത്തിൽ ആ ദുരന്തം സംഭവിച്ചത്. കുഞ്ഞിന് 2 വയസ്സുള്ളപ്പോൾ പെട്ടെന്നൊരു ദിവസം കുഞ്ഞ് കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ എത്തിച്ചു. എക്സ്റേയും എടുത്തു, സ്കാനിങ്ങും ചെയ്തു. സ്കാനിംഗ് പരിശോധിച്ച ഡോക്ടർ സൈമൺ പറഞ്ഞു, ജെയ്സ, കുഞ്ഞിന്റെ ലിവർ ഡാമേജ് ആണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. ജെയ്സൺ സ്തബ്ധനായിരുന്നു. ഡോക്ടർ തുടർന്നു. 3 മാസത്തിനുള്ളിൽ സർജറി നടത്തണം. ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് ആപത്താണ്. അതുവരെ മെഡിസിൻ കൊടുക്കാം. ഓപ്പറേഷന് എത്ര രൂപയാകും ഡോക്ടർ? അവൻ വിങ്ങലോടെ ചോദിച്ചു. ഏകദേശം 8 ലക്ഷത്തോളം ആവും. സർജറി എന്ന് പറഞ്ഞാൽ ലിവർ മാറ്റിവെക്കലാണ്. അതാണ് തുക കൂടുതലാവാൻ കാരണം. സർജറി ഈ ഹോസ്പിറ്റലിൽ ചെയ്യാൻ കഴിയില്ല. അതിന് എറണാകുളത്ത് ഏതെങ്കിലും മൾട്ടി ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകണം. ഞാൻ എഴുതി തരാം. അവിടെ കൊണ്ടുപോയി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഡോക്ടർ സൈമൺ എഴുതിക്കൊടുത്ത കുറിപ്പുമായി ജെയ്സൺ കുഞ്ഞിനെ എറണാകുളത്തുള്ള ഒരു മൾട്ടി ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെയും പറഞ്ഞത് സർജറി തന്നെയാണ്. വീട്ടിലറിഞ്ഞപ്പോൾ എല്ലാവർക്കും ആകെ വിഷമമായി. വീടും പറമ്പും വിൽക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അനിയത്തിയെ ഓർത്ത് ജെയ്സൺ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ അത് വിൽക്കേണ്ടി വന്നു. സർക്കാരിൽ നിന്ന് മിച്ചഭൂമിയായി ലഭിച്ച 3 സെന്റ് വസ്തുവിന് എന്തു കിട്ടാൻ? വെറും 2.5 ലക്ഷത്തിന് വിറ്റു. കുറച്ചു തുക നാട്ടുകാരും പിരിവെടുത്ത് നൽകി. ഇനിയും 5 ലക്ഷത്തോളം രൂപ വേണം. ബാക്കി തുകയ്ക്ക് എന്തു ചെയ്യണമെന്ന് ജെയ്സന് ഒരു രൂപവുമില്ലായിരുന്നു. അടുത്ത ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ ജെയ്സ, ഓപ്പറേഷനുള്ള തുക റെഡിയായോ? ഇല്ല ഡോക്ടർ, ഇനിയും 5 ലക്ഷത്തോളം രൂപ വേണം. അവന്റെ കണ്ണീര് കണ്ടിട്ട് ഡോക്ടർ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ജെയ്സ, ഇപ്പോൾ തന്നെ 2 മാസമായി. ഇനി 1 മാസമേ ഉള്ളൂ. അതിനു മുമ്പ് സർജറി നടത്തണം. ജെയ്സ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ആരെയെങ്കിലും സമീപിച്ചു നോക്കൂ. ഡോക്ടർ, എനിക്കാരെയും അറിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഡോക്ടർ അവനെ അല്പനേരം നോക്കിയിരുന്നിട്ട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലുമായി ബന്ധമുള്ള 2-3 പേരുടെ നമ്പർ ഞാൻ തരാം.
ജെയ്സൺ അവരുമായി ബന്ധപ്പെട്ട് നോക്കൂ. അവർ ആരെങ്കിലും സഹായിക്കാതിരിക്കില്ല. ഡോക്ടർ 3 നമ്പർ എഴുതി കൊടുത്തു. അവന്റെ മുഖത്ത് പ്രതീക്ഷയുടെ ആശ്വാസം തെളിഞ്ഞു. ആദ്യം വിളിച്ചത് സത്യജിത്തിനെയായിരുന്നു. സത്യജിത്ത് അവനോട് പറ്റുമെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് തന്റെ വീട് വരെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ചെല്ലാമെന്ന് സമ്മതിച്ച ജെയ്സൺ പിറ്റേന്ന് മിനിയെയും കുഞ്ഞിനെയും കൊണ്ട് സത്യജിത്തിന്റെ വീട്ടിൽ ചെന്നു. വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായ മിനിയെ കണ്ടപ്പോൾ സത്യജിത്തിന് ഒരു അതിമോഹം തോന്നി. സത്യജിത്ത് ജെയ്സനെ മാറ്റി നിർത്തി പറഞ്ഞു, ഞാൻ നിന്നെ സഹായിച്ചാൽ എനിക്ക് എന്താണ് മിച്ചം ജെയ്സ? സാറിന് പുണ്യം കിട്ടും. ജെയ്സൺ തൊഴു കൈയോടെ പറഞ്ഞു. പുണ്യം? അത് നീ വെച്ചോ. എനിക്ക് വേണ്ടത് ഞാൻ പറയാം. അത് മറ്റാരും അറിയണ്ട. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തു പറയുന്നു? സാർ, എന്താണ്? കാര്യമെന്നറിയാതെ ഞാൻ എന്തു പറയും? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്ക് 1 മണിക്കൂർ നേരത്തേക്ക് നിന്റെ ഭാര്യയെ വേണം. കിട്ടുന്ന മുഴുവൻ തുകയും നിനക്ക് തരും. അതു കേട്ടതും ജെയ്സന്റെ നിയന്ത്രണം വിട്ടു. അവൻ ചാടി സത്യജിത്തിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. സത്യജിത്ത് ബലമായി അവന്റെ കൈകൾ പിടിച്ചു അവനെ തള്ളിമാറ്റി. നിന്റെ കുഞ്ഞിന്റെ ജീവനേക്കാളും വലുതാണോടാ ഒന്ന് പെറ്റ നിന്റെ പെണ്ണിന്റെ മാനം. സമ്മതമാണെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണിവിടുന്ന്. ജെയ്സൺ മിനിയെയും കൂട്ടി ഇറങ്ങി. ജെയ്സന്റെ മുഖത്തെ ദേഷ്യഭാവം കണ്ടിട്ട് മിനി കാര്യമെന്താണെന്ന് ചോദിച്ചെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. മറ്റു 2 സ്ഥലങ്ങളിലും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. അവർക്കാദ്യം 1 ലക്ഷം രൂപയും പെണ്ണും വേണം. പെണ്ണ് മിനി തന്നെ വേണമെന്നില്ല. പകരം ഏതെങ്കിലും ഒരു കൊച്ചു പെൺകുട്ടി ആയാലും മതി. ജെയ്സൺ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായി. ഓപ്പറേഷന് ഇനി ദിവസങ്ങൾ മാത്രം. ഒരു നല്ല മനുഷ്യന്റെ കാരുണ്യത്തിൽ അയാൾ പണം നൽകാമെന്ന് സമ്മതിച്ചു. മുഴുവൻ ഫണ്ടും വരാൻ അല്പം താമസിച്ചു. അയാൾ ഹോസ്പിറ്റലിൽ സംസാരിച്ചെങ്കിലും മുഴുവൻ തുകയും അടയ്ക്കാതെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ലെന്ന് ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞു. പണം വന്നപ്പോഴേക്കും കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. കുഞ്ഞിനെ നഷ്ടപ്പെട്ട വിഷമത്തിൽ മിനി ആത്മഹത്യ ചെയ്തു. ഇത്രയും കേട്ട തേജസും നിയാസും അവനോട് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ടു. ഉണ്ടായിരുന്ന കിടപ്പാടം പോയി. അച്ഛനും അമ്മയും പെങ്ങളും വഴിയാധാരമായി. ഇതിനെല്ലാത്തിനും കാരണം അവരാണ്. അന്നവർ സഹായിച്ചിരുന്നുവെങ്കിൽ എനിക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനൊരു കൊലപാതകിയും ആവില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഇവന്മാരെ പോലെയുള്ളവർ പല പെണ്ണിന്റെയും മാനത്തിന് വില പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിന്റെ ജീവനോർത്ത് പലരും അവർക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. സ്വന്തം ഭർത്താവ് പോലും അറിയാതെ. 2-3 ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട ഓപ്പറേഷനാണ് ഇവന്മാരുടെ കമ്മീഷൻ ഉൾപ്പെടെ 8-10 ലക്ഷമാക്കിയത്. ഓരോ രോഗികളുടെയും പേരിൽ ഇവരുടെ അക്കൗണ്ടിൽ വരുന്നത് ലക്ഷങ്ങളും കോടികളുമാണ്. അതിൽ നിന്ന് രോഗികൾക്ക് കൊടുക്കുന്നത് തുച്ഛമായ തുകയാണ്. ബാക്കി കാശുകൊണ്ടാണ് ഇവനൊക്കെ മണിമാളികകൾ കെട്ടിപ്പൊക്കി ആർഭാടമായി ജീവിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടികളുടെ ഫോട്ടോ വെച്ച് ഏതെങ്കിലും രോഗത്തിന്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങളാണ് തട്ടിയെടുക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല സർ. അവർ പറ്റിക്കുന്നത് പാവപ്പെട്ട രോഗികളെ മാത്രമല്ല, മനസാക്ഷിയുള്ള നിഷ്കളങ്കരായ പ്രവാസികളെയും കൂടിയാണ്. നല്ലവരായ ചാരിറ്റി പ്രവർത്തകരുണ്ട്. പക്ഷേ സത്യജിത്തിനെ പോലെയുള്ളവരുടെ ലിസ്റ്റ് ഇനിയുമുണ്ട് തീർക്കാൻ. ജെയ്സൺ ദേഷ്യവും സങ്കടവും അമർഷവും ഇടകലർന്ന സ്വരത്തിൽ പറഞ്ഞു. തേജസ് ജെയ്സനെ ശാന്തമായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ജെയ്സ, നീ പറഞ്ഞതൊക്കെ ശരിയാണ്. നിന്റെ ഭാഗത്തു നിന്ന് ഒരു സാധാരണ മനുഷ്യനായി ചിന്തിച്ചാൽ നീ ചെയ്തത് തെറ്റല്ല, ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങൾ പോലീസുകാർക്ക് അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലല്ലോ. പിന്നെ നിയാസിനോട് പറഞ്ഞു, നിയാസ്, അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിന് വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങണം. ഓക്കെ? യെസ് സർ. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. കോടതിയിൽ ഹാജരാക്കി തെളിവെടുപ്പിന് 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി. പത്രമാധ്യമങ്ങൾ റിപ്പർ ജെയ്സനെ SP തേജസ് അയ്യർ അതിസാഹസികമായി പിടികൂടിയെന്നും ഏറ്റുമുട്ടലിൽ തേജസിന് പരിക്കേറ്റുവെന്നും കൊട്ടിയാഘോഷിച്ചു. തെളിവെടുപ്പ് കഴിഞ്ഞ് 4-ാം ദിവസം ജെയ്സനെ കോടതിയിൽ ഹാജരാക്കി. 15 ദിവസത്തേക്ക് ജാമ്യമില്ലാ വകുപ്പിൽ റിമാൻഡ് ചെയ്തു. വാർത്തകളെല്ലാം തേജസ് ക്വാർട്ടേഴ്സിലിരുന്ന് അറിയുന്നുണ്ടായിരുന്നു. ടിവിയിലെ ന്യൂസ് ചാനലിൽ ജെയ്സനെ കോടതിയിൽ നിന്നും വാഹനത്തിൽ കൊണ്ടുപോകുന്ന കാഴ്ച വരെ കണ്ടു. പിന്നെ TV ഓഫ് ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ തേജസിന്റെ ഫോൺ റിങ് ചെയ്തു. നോക്കുമ്പോൾ നിയാസ്. ഹലോ, എന്താ നിയാസ്? മറുതലയ്ക്കിൽ നിന്നും നിയാസിന്റെ പരിഭ്രമത്തോടെയുള്ള ശബ്ദം കേട്ടു. സർ, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്.
ജെയ്സൺ രക്ഷപ്പെട്ടു. വാട്ട്? എങ്ങനെ? സർ, അവനെയും കൊണ്ട് ജയിലിലേക്ക് പോകുന്ന വഴി ഒരു ആക്സിഡന്റ് ഉണ്ടായി. റോഡ് ബ്ലോക്ക് ആയിരുന്നു. ബാക്കിൽ കോൺസ്റ്റബിൾ സുധാകരനോടൊപ്പമായിരുന്നു ജെയ്സൺ. ഞാൻ ഇറങ്ങി നോക്കിയിട്ട് വരുമ്പോൾ ഡ്രൈവറെയും സുധാകരനെയും ആക്രമിച്ച് അവൻ രക്ഷപ്പെട്ടു. സുധാകരന്റെ കഴുത്ത് ഒടിഞ്ഞിട്ടുണ്ട് സർ. അവന്റെ കൈകൾ ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നോ? ഉവ്വ് സർ. ചാവി സുധാകരന്റെ പക്കലായിരുന്നു. അവൻ ലോക്ക് അഴിച്ചാണ് രക്ഷപ്പെട്ടത്. കോൾ കട്ട് ചെയ്തിട്ട് തേജസ് മനസ്സിലോർത്തു. ജെയ്സൺ എവിടെയോ മറഞ്ഞിരുന്ന് അവന്റെ ലിസ്റ്റിലുള്ളവരെ തീർക്കാൻ അടുത്ത പ്ലാനുകൾ ചെയ്യുന്നുണ്ടാകും. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ ആരെയും മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാനോ അപകീർത്തിപ്പെടുത്താനോ ശ്രമിച്ചിട്ടില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുവെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇത് വെറുമൊരു കഥയായി മാത്രം കാണുക. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.